ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോക്കിയേ, ചേരുംപടി ചേർക്കുക. സ്കീമ എറിക്സൺ, LAD വൈഗോസ്കി, ഐഡൻറ്റിറ്റി ക്രൈസിസ് പിയാഷെ, ESDP ചോംസ്കി. പറഞ്ഞ് കറക്റ്റായിട്ടുള്ളത് പറഞ്ഞേ. സ്കീമ ആരുടെ വാക്കാ? സ്കീമ പറഞ്ഞത് ആരാ? സ്കീമ പിയാഷെ. ഓക്കെ, അപ്പം എ വന്നത് 3-നാണ്. ഓക്കെ, എ ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പറഞ്ഞത് ആരാണ്? ചോംസ്കി. ഓക്കെ, ബി ഇവിടെ വന്നു. അടുത്തത് ഐഡൻറ്റിറ്റി ക്രൈസിസ് പറഞ്ഞത് ആരാണ്? എറിക്സൺ. ഓക്കെ, കറക്റ്റാണ്. ഈ ZPD പറഞ്ഞത് ആരാണ്? വൈഗോസ്കി. അപ്പം നോക്കിയേ, എക്ക് 3, അതുപോലെ തന്നെ ബിക്ക് 4, സിക്ക് 1, ഡിക്ക് 2. ഏതാണ് ഓപ്ഷൻ വരേണ്ടത്? ഓപ്ഷൻ എ. കണ്ടോ, എല്ലാ ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനൊരു മാറ്റിസിപ്പോളം ചോദിച്ചാൽ എല്ലാ ആൾക്കാരും അതിൻ്റെ അകത്ത് വരും കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ, പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരെന്ത്? സാംശീകരണമാണോ, സന്തുലനമാണോ, അനുകൂലനമാണോ, അധിനിവേശമാണോ? ഏതാണ്? അധിനിവേശനം കേട്ടോ. ഈ അധിനിവേശനത്തിന് മറ്റൊരു പേര് പറയും. എന്താണ്? അക്കോമഡേഷൻ. അതിന് മറ്റൊരു മലയാളം വേർഡ് നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? സംസ്ഥാപനം കേട്ടോ. അങ്ങ് ഉറപ്പിച്ചോ, സാംശീകരണവും സംസ്ഥാപനവും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, അധിനിവേശനം അല്ലെങ്കിൽ സംസ്ഥാപനം അല്ലെങ്കിൽ ഇതെല്ലാം പറയുന്ന വാക്കൊന്നാണ് കേട്ടോ. ഇനി സാംശീകരണം എന്തായിരുന്നു? സാംശീകരണം എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ. എന്തായിരുന്നു അസിമിലേഷൻ? ഇന്നലെ ഞങ്ങളോട് പറഞ്ഞല്ലേ. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു കഥ നിങ്ങളുടെയൊക്കെ പറഞ്ഞായിരുന്നില്ലേ? എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു പക്ഷിയെ കാണുന്ന കുട്ടി പിന്നെ പ്ലെയിനെ കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി കണ്ടോ. ആദ്യം കാണുന്ന കുട്ടി പക്ഷിയെ കാണുമ്പോൾ ഇത് പ്ലെയിൻ്റെ സ്ട്രക്ചർ അല്ലേ എന്ന് കുട്ടിക്ക് തന്നെ തോന്നുന്നതാണ് അസിമിലേഷൻ. പിന്നെ അമ്മ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പ്ലെയിൻ ആണെന്ന് കൊച്ചു തിരിച്ചറിഞ്ഞ് പിന്നെ തൊട്ട് കറക്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് അക്കോമഡേഷൻ കേട്ടോ. അക്കോമഡേഷനാണ് ഇവിടെ ഉത്തരവായിട്ട് വന്നത്. നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് പഠിച്ചത്. അതാണ് അധിനിവേശനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അനുകൂലനം എന്താണെന്ന് അറിയാലോ? അനുകൂലനം എന്ന് പറഞ്ഞാൽ എന്നാ? അനുകൂലനം കേട്ടിട്ടുണ്ടോ വാക്ക്? എന്താ അനുകൂലനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അനുകൂലിക്കുക എന്തിനോടെങ്കിലും. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെ നമ്മൾ അനുകൂലിക്കുക, ആ ഒരു വാക്ക് തന്നെ കേട്ടോ. ഇനി സന്തുലനം എന്താ? സന്തുലനം, അസന്തുലനം, ഇതൊക്കെ ഇന്നലെ കേട്ടതല്ലേ. എന്താ സന്തുലനം? ഇക്വിലിബ്രിയം. അസന്തുലനം എന്ന് പറഞ്ഞാൽ ഡിസെക്വിലിബ്രിയം കേട്ടോ. അതാ രണ്ടോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതും ഉണ്ട്, പക്ഷേ അത് മറികടക്കാനായിട്ടാണ് ഈ പറഞ്ഞ അധിനിവേശനം എന്ന് പറഞ്ഞ സാധനം സ്കീമയിൽ മാറ്റം വരുത്തിയത്. സോ ആ വാക്ക് ശ്രദ്ധിക്കണം. ഇനി പിയാഷയുടെ വാക്കുകൾ എന്നൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഏതൊക്കെയായിരുന്നു പിയാഷയുടെ വാക്കുകൾ? 7 വാക്കുകളുണ്ടായിരുന്നു പിയാഷയെ സംബന്ധിച്ചുള്ള. ഏതൊക്കെയായിരുന്നു അവ? മിടുക്കി, കൊള്ളാം, തകർത്തു കേട്ടോ. കറക്റ്റാണ് പറഞ്ഞത്. എന്താണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ, ഓർഗനൈസേഷൻ, അഡാപ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇക്വിലിബ്രിയം, ഡിസ്ഇക്വിലിബ്രിയം, സ്കീമ അല്ലേ? മലയാളത്തിൽ പറഞ്ഞാൽ അസന്തുലിതാവസ്ഥ, സന്തുലിതാവസ്ഥ, വൈജ്ഞാനികാംശം, പിന്നെ അതുപോലെ തന്നെ സാംശീകരണം, സംസ്ഥാപനം, അനുരൂപീകരണം അല്ലേ? ഇതായിരുന്നു മലയാളത്തിൽ പറയുന്നത് കേട്ടോ. ആ 7 വാക്കുകൾ പഠിച്ചിരിക്കണം, അത് സ്ഥിരം ചോദ്യമുള്ളത് കേട്ടോ. അടുത്തതേക്ക് ഇതേ കിടക്കുന്നുണ്ടോ? സ്കീമ എന്ന ആശയം ബന്ധപ്പെട്ട മനഃശാസ്ത്രം. ഞാൻ പറഞ്ഞില്ല 7 പഠിക്കണമെന്നില്ല, അതിൽ നിന്നൊരു വാക്കായി വന്നു കേട്ടോ. സ്കീമ ആരുടെയാണ്? പിയാഷെ കേട്ടോ. പിയാഷയുടെയാണ് സ്കീമ. ഇനി ബ്രൂണർ ആണെങ്കിൽ ബ്രൂണറെ പറ്റി നമുക്ക് എന്നാ പറയാൻ പറ്റും? ബ്രൂണറെ പറ്റി പെട്ടെന്ന് പറഞ്ഞേ. ബ്രൂണറെ പറ്റി എന്തൊക്കെ പറയാൻ പറ്റും? ബ്രൂണറോ? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മഘട്ടം. അതായത് ആശയ രൂപീകരണ പ്രക്രിയയുടെ 3 ഘട്ടങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജെറോമസ് ബ്രൂണർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനരീതി ഏതൊക്കെയായിരുന്നു? കണ്ടെത്തൽ പഠനം, ചാക്രികാരണ രീതി, ആശയദാന മാതൃക അല്ലേ? ഇനി ഒസുബലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡേവിഡ് ഒസുബൽ എന്നതിന് മുഴുവൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡേവിഡ് ഒസുബലിൻ്റെ ഒരു കാര്യം ഓർത്ത് വെച്ചോ. ഒസുബലാണ് സ്വീകരണ പഠനം. എന്താണ്? സ്വീകരണ പഠനം കേട്ടോ. പുതിയതായിട്ട് കേൾക്കുവാൻ തോന്നുന്നു. സ്വീകരണ പഠനം കേട്ടോ. സ്വീകരണ പഠനം മുമ്പോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ഡേവിഡ് ഒസുബൽ. പിന്നെ അതുപോലെ തന്നെ അർത്ഥപൂർണമായ വാചിക പഠനവും കേട്ടോ. എന്താണ് അർത്ഥപൂർണമായ വാചിക പഠനവും? ഡേവിഡ് ഒസുബലിൻ്റെയാണ് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. 2 കാര്യം ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? സ്വീകരണ പഠനവും അതുപോലെ തന്നെ അർത്ഥപൂർണമായിട്ടുള്ള വാചിക പഠനവും കേട്ടോ. അല്ല, അത് ആരുടെയാണ്? നമ്മുടെ ഡേവിഡ്
ഒസിബലിൻ്റെയാണ് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. കിട്ടിയോ? സ്വീകരണ പഠനവും അതുപോലെ തന്നെ അർത്ഥപൂർണ്ണമായിട്ടുള്ള വാചിക പഠനവും ആരുടെയാണ്? ഡേവിഡ് ഒസിബലിൻ്റെയാണ്. ഇനിയും സ്കിന്നറെ പറ്റി പറയണ്ടല്ലോ. സ്കിന്നർ ആരാണ്? സ്കിന്നർ ആരാ? ഓക്കെ, കറക്റ്റാണ്. സ്കിന്നർ നമ്മുടെ എന്ത് കൊണ്ടുവന്നാണ്? നമ്മുടെ SR ബന്ധത്തിന് പകരം RS ബന്ധം കൊണ്ടുവന്ന വ്യക്തിയാണ് സ്കിന്നർ. പ്രബലനം, സമ്മാനം, ശിക്ഷ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് സ്കിന്നർ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക, നല്ലത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സാമൂഹിക ജ്ഞാന നിർമ്മിതി വിഭാഗത്തിൽ പ്രസക്തമായിട്ടുള്ള ഗവേഷണം നടത്തിയ വ്യക്തി ആരാ? വൈഗോസ്കി. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, വൈഗോസ്കിയാണ് പ്രസക്തമായിട്ടുള്ള എന്ത് നടത്തിയത്? ഗവേഷണങ്ങൾ നടത്തിയത്. നമ്മൾ ഇന്ന് ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ഏത് വാദമാണ് ഇന്ന് നമ്മൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്നത്? സാമൂഹിക ജ്ഞാന നിർമ്മിതി കേട്ടോ. അത് കണ്ടുപിടിച്ച ആരാണ്? ലെവ് വൈഗോസ്കി. വൈഗോസ്കിയെ സഹായിക്കുന്ന ചേട്ടന്മാരാണ് ഇവന്മാരെല്ലാം കേട്ടോ. പിയാഷെയും ബ്രൂണറും ബെന്തൂരയും ഒസുബലും എല്ലാം എന്താണ്? ഈ പറഞ്ഞ വൈഗോസ്കിയുടെ സഹായത്തിനായി നിന്ന ആൾക്കാരാണ്. പക്ഷെ കൂടുതൽ തിയറികൾ കൊണ്ടുവന്ന ആരാണ്? ലെവ് വൈഗോസ്കി. ഇനി ഞാൻ ചോദിക്കട്ടെ, വൈജ്ഞാനികമായിട്ട് കൂടുതൽ പഠനം നടത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? വൈജ്ഞാനികമായിട്ട് കൂടുതൽ പഠനം നടത്തിയേ? പിയാഷെ കേട്ടോ. പിയാഷെയാണ് വൈജ്ഞാനികമായിട്ടെങ്കിൽ ഭൗതിക ബുദ്ധിമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടത്തിയ വ്യക്തിയാണ് പിയാഷെ. ജ്ഞാനനിർമ്മിതിവാദവുമായിട്ട്, സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദവുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ ലെവ് വൈഗോസ്കി കേട്ടോ. കാര്യങ്ങൾ ഓർത്തിരിക്കണം, മറന്നുപോലെ. ബ്രൂണറെ ഇപ്പോൾ പറഞ്ഞു, മറന്നുപോലെ. ഡേവിഡ് ഒസിബലിനെ ഇപ്പോൾ പറഞ്ഞു. അർത്ഥപൂർണ്ണ വാചിക പഠനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ഒസിബലിനെ 2-3 പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കില്ല, TTC ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്, മെയിനായിട്ട് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ ഡേവിഡ് ഒസിബൽ. അതേപ്പറ്റി നമുക്ക് ഈ പറഞ്ഞ DL ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് തമ്മിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് അർത്ഥപൂർണ്ണ വാചിക പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് പറഞ്ഞുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്വീകരണ പഠനവും ഡേവിഡ് ഒസിബലിൻ്റെ കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് കണ്ടോ, ആ സെൻറ്റൻസ് കണ്ടോ, നമ്മൾ പഠിച്ച സെൻറ്റൻസ് വന്നോ? നിലവിലെ അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഏത് പ്രക്രിയയാണ്? ഏത് പ്രക്രിയ? സാംശീകരണം കേട്ടോ. സാംശീകരണമാണത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അസിമിലേഷൻ കേട്ടോ. മറന്നുപോകല്ലേ. നമ്മുടെ ബേഡിൻ്റെ കാര്യം കണ്ടില്ലായിരുന്നോ? നോക്കി, നിലവിലെ അറിവ് ഉപയോഗിച്ചല്ലേ കൊച്ചി ഈ പ്ലെയിനെ കണ്ടപ്പോൾ പ്ലെയിൻ എന്ന് പറയുന്നത് കണ്ടോ. നിലവിലെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് കൊച്ച് പക്ഷിയെ കണ്ടുമ്പം പക്ഷീനെയും പ്ലെയിനെയും ഒരുമിച്ച് വന്നുള്ള കാരണം എന്താ? അസിമിലേഷൻ. കാരണം നിലവിലുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പം അങ്ങനെ നിലവിലുള്ള അറിവിൽ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അസിമിലേഷൻ അല്ലെങ്കിൽ സാംശീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ മറ്റൊരു പാഠമാണ് കേട്ടോ. ബോയ് ഹാസ് ലേൺ ദി സ്കീം ഓഫ് കാറ്റ്. ബോയ്ക്ക് നമ്മുടെ ക്യാറ്റിൻ്റെ ചില പ്രത്യേകതകൾ അറിയാം കണ്ടോ. ക്യാറ്റിൻ്റെ ബോഡി ഷേപ്പ്, അതുപോലെ തന്നെ എന്താണ് കാല്, മീശ, തല, മുടി, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ക്യാറ്റിനെ പറ്റി അറിയാം. പക്ഷേ ഒരു പുലിയുടെ കുഞ്ഞിനെ കണ്ടപ്പോഴും കൊച്ചതിനെ എന്നെ വിളിച്ചു? നമ്മുടെ കബ്ബിനെ കണ്ടപ്പോൾ ക്യാറ്റ് എന്നാണ് വിളിച്ചത്. പക്ഷെ അത് ക്യാറ്റാണോ ശരിക്കും പറഞ്ഞാൽ? അല്ല. പക്ഷെ അമ്മ ഒന്ന് മനസ്സിലാക്കി കൊടുത്തു, മോനെ അത് രണ്ടാണ്. പൂച്ച നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും, പക്ഷേ പുലിയെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല, മനുഷ്യനെയൊക്കെ ഉപദ്രവിക്കും, കടിച്ചു കീറും, ഇതൊരു വന്യജീവ മൃഗിയാന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പൂച്ചേനെയും അതുപോലെ തന്നെ നമ്മുടെ പുലിനെയും അല്ലെങ്കിൽ പുലിയുടെ കൊച്ചിനെ തിരിച്ചറിയാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ ദേഹത്തുള്ള വരകളും കാര്യങ്ങളും എല്ലാം എടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ കൊച്ചിന് എന്നാ കിട്ടി? ഒരു അക്കോമഡേഷൻ കിട്ടി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നാ സംഭവിച്ചു? ഇതിൻ്റെ നടുക്ക് എന്നാ നടക്കുന്നുണ്ട്? സ്കീമ നടക്കുന്നുണ്ട്, ശരിയല്ലേ? സ്കീമ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യം കൊച്ചിന് മനസ്സിലാവുന്നത്. അപ്പോൾ നിലവിലുള്ള അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പറഞ്ഞ പേരാണ് സാംശീകരണം കേട്ടോ. ആ കാര്യം മറന്നുപോലെ. ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പം ഡിസ്കസ് ചെയ്താണ്. സന്തുലീകരണം എന്തായിരുന്നു? നമ്മുടെ ഇക്വിലിബ്രിയം. സന്തുലീകരണം എന്ന് പറഞ്ഞാൽ ഡിസ്ഇക്വിലിബ്രിയം കേട്ടോ. അടുത്ത സംയോജനം. എന്താ കേട്ടിട്ടില്ലേ? സംയോജനം എന്നാ സംയോജനം? കേട്ടില്ല. സംയോജനം ഇന്നലെ പഠിച്ചതല്ലേ? ഓർഗനൈസേഷൻ കേട്ടോ. സംയോജനം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ. എന്തായിരുന്നു നമ്മൾ പഠിച്ചില്ലായിരുന്നു? എന്താണ് സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായിട്ടുള്ള ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് സംയോജനം.
ഇനി അനുതാപം എന്താണ്? നമുക്കറിയാലോ, എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. അനുതാപം എന്ന് പറഞ്ഞ സാധനം ഇവിടെ വരത്തേയില്ല, ചുമ്മാ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തതാണ്. അനുതാപം വെച്ചാൽ ഒരാൾക്ക് മറ്റൊരാളോടുള്ള ഒരു എമ്പതി അല്ലെങ്കിൽ സിമ്പതി എന്നൊക്കെ പറയുന്ന വാക്ക് കേട്ടോ. അനുതാപം നമുക്ക് തോന്നുക, ഇപ്പം നമ്മളെക്കാൾ എളിയവനോട് നമുക്ക് അനുതാപം തോന്നി അവരെ സഹായിക്കുക, അങ്ങനെയുള്ള ചിന്താഗതിയാണ് അവിടെ വരുന്നത് കേട്ടോ. അടുത്ത ദിവസം നോക്കി, സ്കീമ എന്ന വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് പഠിതാവ് നേടുന്ന അറിവുകളുടെ അനുഭവങ്ങളുടെയും രണ്ട് പൂരക സമ്പ്രദായത്തിലൂടെ രൂപപ്പെട്ട് വികസിച്ചതാണെന്ന് യാങ് പ്രിയാഷി അഭിപ്രായപ്പെട്ടു. ആ രണ്ട് സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, സാംശീകരണവും സംസ്ഥാപനം. ശരിയാ, സംസ്ഥാപനവും സാംശീകരണവും അത് രണ്ടും അല്ലേ അക്കോമഡേഷനും അസിമുലേഷനും. കാരണം സാംശീകരണം നടക്കുമ്പോൾ അതിൻ്റെ നടുക്ക് സ്കീമ പ്രവർത്തിച്ചാൽ എന്നാ സംഭവിക്കും? സംസ്ഥാപനം നടക്കും. ശരിയല്ലേ? അപ്പം ആരാണ്? സാംശീകരണവും സംസ്ഥാപനമാണ് ഇവിടെയുള്ള ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഈ സന്തുലനം അസന്തുലനം മനുഷ്യന് നേരത്തെ തന്നെയുള്ള, പക്ഷെ അത് സ്വയമേ പരിഹരിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ശരിയാവും. പക്ഷെ ഇതങ്ങനെയല്ല, ആരെങ്കിലും സ്വമേധയാ പരിഹരിക്കാൻ പോയാൽ ശരിയാവുമോ? ഇല്ല, ആരുടെയും സഹായം കൂടിയേ തീരത്തുള്ളൂ കേട്ടോ, സ്കീമ പ്രവർത്തിക്കണമെങ്കിൽ. ആ കാര്യം പ്രത്യേകം ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, താഴെ പറയുന്ന ആശയങ്ങൾ ഒന്നൊഴികെ മറ്റെല്ലാം പിയാഷെയുടെ വൈജ്ഞാനിക വികസനം ബന്ധപ്പെട്ടാണ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഉണ്ടോ? 7 ടൈം പഠിക്കണമെന്ന് പറഞ്ഞില്ല, എല്ലാം വന്നിരിക്കുന്നുണ്ടോ തിരിച്ചും മറിച്ചുമായിട്ടുള്ളത്? കൈത്താങ് നൽകൽ ആരുടെ വാക്കാ? ആരുടെയാ? ZPD അല്ലെങ്കിൽ വൈഗോസ്കിയുടെ വാക്കാണ്. സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനോടുള്ള വൈഗോസ്കിയുടെ വാക്കാണ് ഈ പറയുന്ന കൈത്താങ് നൽകൽ എന്ന് പറയുന്ന പരിപാടി. അതൊരിക്കലും നമ്മുടെ പിയാഷെയുടെ അല്ല. ബാക്കി നമ്മൾ പഠിച്ച 7 ടൈംസിനകത്തുള്ള 3 വന്നതുണ്ടോ? സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കാണിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുന്നത്. അത് തിരിച്ചു മറിച്ചും എല്ലാം ചോദിക്കും. സോ 7 ടൈംസ് പിയാഷെയെ പറ്റി കേൾക്കുമ്പോഴേ ആ 7 ടൈംസ് മനസ്സിലേക്ക് ഓടി വന്നോണം കേട്ടോ. അവിടെ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ ഒരു 5-8 ക്വസ്റ്റ്യൻ തന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു അവർ വീക്ക്ലി ടെസ്റ്റ് 2 രണ്ടാമത്തെ വീക്ക്ലി ടെസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ എനിക്ക് അയച്ച ആൻസർ കീ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു വെക്കണം. എന്ത് ചെയ്യണം? ആൻസർ കീ കയ്യിലുണ്ടെങ്കിൽ എടുത്തു വെക്കണം. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ അവിടെ തെറ്റ് മാർക്ക് ചെയ്യണം, ശരിയാണെങ്കിൽ ശരി മാർക്ക് ചെയ്യണം. തെറ്റിപ്പോയതാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചോണം കേട്ടോ. കാരണം ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് തെറ്റിപ്പോയി, എങ്ങനെ ഞാൻ മാറ്റം വരുത്തേണ്ടിയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയിൽ എന്താണ് പ്രശ്നം സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണല്ലോ ചിന്തിച്ചത്, മറിച്ച് എന്തുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് സ്വമേധയെ ഒന്ന് വിലയിരുത്തണം. അതിനാണ് നിങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ നോക്കിക്കോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽപ്പെടാത്തത്? പറഞ്ഞോ. സഞ്ചിത രേഖ കറക്റ്റാണ്. സഞ്ചിത രേഖ ഒരിക്കലും ആരാണ്? റോഷെ മഷീപ്പ് പരീക്ഷയുടെ കൂടെയോ തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റിൻ്റെ കൂടെയോ പാസർജ പരീക്ഷയുടെ കൂടെയോ നിൽക്കില്ല. കാരണം ഇവ മൂന്നും ആരാണ്? ആരാ? കേട്ടില്ല. പേഴ്സണാലിറ്റി ടെസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രക്ഷേപണ രീതിക്കകത്തുള്ള ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ 1ാം സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച നമ്മുടെ വിവിധതരം ഗവേഷണ ഉപാധികളില്ലേ, ആ ഗവേഷണ ഉപാധികൾക്കകത്തുള്ള നമ്മുടെ കാര്യമാണ് ഈ പറഞ്ഞ റോഷെ മഷീപ്പ് പരീക്ഷയും, അതുപോലെ തന്നെ തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റും, അതുപോലെ തന്നെ പാസർജ പരീക്ഷയെല്ലാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 2-3 കാര്യങ്ങളോട് എന്തായിരുന്നു? വാക്യപൂർണ്ണ പരീക്ഷ, പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻസ് അപ്പർട്ടിഷൻ ടെസ്റ്റ്, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് കേട്ടോ. അതെല്ലാം ആരുടെ കീഴിൽ വരുന്നതാണ്? പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. പക്ഷേ സഞ്ചിത രേഖ ആരാണ്? ഒരു കൊച്ചിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു രേഖയാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. അപ്പം ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ കാണണം. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, സഞ്ചിത രേഖ. മറ്റുള്ള ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റേതെല്ലാം പ്രക്ഷേപണ രീതിക്കകത്ത് വരുന്നതാണ്. ഇനി എന്താണ് പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞാൽ? അബോധ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെയും കാണിക്കുന്നതാണ് എന്ത്? പ്രക്ഷേപണ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയുടെ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വികാസ തത്വമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
ഓക്കെ, വെരി ഗുഡ്. വികാസം രേഖീയമല്ല മറിച്ച് ചാക്രിയമാണ് എന്നതാണ് വരേണ്ടത്. കാരണം നമുക്കറിയാം രേഖീയം എന്ന് പറഞ്ഞാൽ എന്നാ, നേരെ തന്നെ പോകാമെന്നർത്ഥം. ശരിയല്ലേ? രേഖീയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു നേർരേഖ വരയ്ക്കാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നേരെ ഒരു വര വരയ്ക്കാൻ. ശരിയല്ലേ? അപ്പം ഈ പറഞ്ഞ എന്താണ്, വികാസം രേഖീയമല്ല. വികാസം എപ്പോഴും പോകുന്നത് നേരെ നേരെയാണോ? അല്ല, മറിച്ച് ചാക്രിയമാണ്. ചാക്രിയം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഒത്തിരി പറഞ്ഞതാണ്. സ്പൈറലായിട്ട് പോകുക, അതായത് ഒരു കാര്യത്തെ കൂട്ടിച്ചേർത്ത് പോകുന്നതാണ് സ്പൈറലിംഗ് മെത്തേഡ്. നമ്മുടെ തോമസ് ബ്രൂണറൊക്കെ കണ്ടുപിടിച്ച രീതി തന്നെ കേട്ടോ. അപ്പോൾ ചാക്രിയമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് സ്പൈറലായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ പൊടുന്നനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം, ചിലപ്പോൾ പെട്ടെന്നൊരു വീഴ്ച സംഭവിച്ചെന്ന് വരാം. അങ്ങനെ പലതും നമ്മുടെ വളർച്ചയിൽ സംഭവിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരവായിട്ട് വരേണ്ടത്? വികാസം രേഖീയമല്ല മറിച്ച് ചാക്രീയമാണ് എന്നുള്ളതാണ് വരേണ്ടത്. ഇനി എന്താണ് വികാസം അനസ്യൂതമാണെന്ന് പറഞ്ഞാലുള്ള അർത്ഥം? എന്താ വികാസം അനസ്യൂതമാണെന്ന് പറഞ്ഞാൽ അർത്ഥം? ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയും അല്ലേ? എന്താണ് ഇത് വികാസം അനസ്യൂതമാണെന്ന് പറഞ്ഞ അർത്ഥം? മരണം വരെ. കറക്റ്റാണ്. ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് വികാസം. അതാണ് വികാസം അനസ്യൂതമാണ് എന്നത് പറഞ്ഞുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. അതായത് നമുക്കറിയാലോ, ജനിച്ച് വീഴുന്ന ഒരു കൊച്ചു തൊട്ട് മരണക്കിടക്കിൽ എന്താണ് കിടക്കുമ്പോൾ പോലും നമ്മുടെ ആത്മാവിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? വികാസം നടക്കുന്നുണ്ടെന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പം വികാസം അനസ്യൂതം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മുടെ ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി നടക്കുന്ന ഒന്നാണ് വികാസം എന്നാണെന്ന് ഈ പറഞ്ഞ വികാസം അനസ്യൂതമാണെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി വികാസം ഗതി നിയമം പാലിക്കുന്നത് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വികാസം ഗതി നിയമം പാലിക്കുന്നു. എന്നാ സാധനം കേട്ടിട്ടുണ്ടോ? ഗതി നിയമം പാലിക്കുന്നു. ഈ ഗതി നിയമം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നിയമമാണല്ലോ. ഗതി നിയമം എന്താ? ഗതി നിയമം പാലിക്കുന്നു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം സാധാരണ ഒരു മനുഷ്യരാണെങ്കിൽ അവരിൽ ഇപ്പം ഒന്നിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ ശേഷികൾ കൈവരിക്കണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേൾക്കട്ടെ. ഒന്നിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ ശേഷികൾ കൈവരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നും ആഗ്രഹിക്കുന്നില്ലേ? ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ സ്കില്ല് വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്? അല്ലെങ്കിൽ വികാസപരമായി അവൻ എന്നൊക്കെ അല്ലെങ്കിൽ അവൾ എന്നൊക്കെ പ്രക്രിയകൾ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നുമില്ലേ? നമ്മുടെ മക്കളെ പറ്റി അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. അവൻ ഓടാൻ പ്രാപ്തനായിരിക്കണം, ചാടാൻ പ്രാപ്തനായിരിക്കണം, നടക്കാൻ പ്രാപ്തനായിരിക്കണം, അതുപോലെ തന്നെ കളികൾ കളിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കണം, ABCD അക്ഷരങ്ങൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പറുകൾ, അതുപോലെ തന്നെ ആയി കായിക ഇവയെ പറ്റിയുള്ള ബോധ്യമുണ്ടായിരിക്കണം, സംസാരിക്കാൻ പ്രാപ്തനായിരിക്കണം, ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെന്തെങ്കിലും റിപ്ലൈ തരുവാനായിട്ട് പ്രാപ്തനായിരിക്കണം, മനുഷ്യരോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ പ്രാപ്തനായിരിക്കണം. ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ ഒന്നാം ക്ലാസ് പഠിക്കുന്നൊരു കൊച്ച്? ഇല്ലേ? ഇനി മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ സ്വമേധയാ ഷർട്ട് ധരിക്കുവാനും ടോയ്ലറ്റിൽ പോകുവാനും വാഷ് ചെയ്യുവാനും ഒക്കെ പ്രാപ്തനായിരിക്കണം. ശരിയല്ലേ? ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ സാധ്യമാവുമോ? ഈ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാവുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഗതി നിയമം പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വിഭിന്നരാണ്. നമ്മളെപ്പോഴും പറയുന്നല്ലേ, എവരി മാൻ ഈസ് യുണീക്ക്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിൽ നടക്കുന്ന വികാസത്തിൻ്റെ ഗതിയിലും വ്യത്യാസം കണ്ടെന്നിരിക്കും. ആ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കൊച്ച് ഇവൻ ചെയ്യുന്ന പോലെ ഓടുകയോ ചാടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി സമയം വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം ചാലക ശേഷികൾ നഷ്ടപ്പെട്ട ഒരു കൊച്ചാണെങ്കിൽ അതിലേക്ക് ട്രെയിൻ ചെയ്ത് വരുവാനായിട്ട് ഈ ഒന്നിൽ ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാത്ത കൊച്ചിനെ പോലെ സാധ്യമായി എന്ന് വരില്ല. അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. അവിടെയാണ് ഗതി നിയമം പാലിക്കുന്നു എന്ന അർത്ഥമാക്കുന്നത്. അതായത് ഓരോ മനുഷ്യരും എന്താണ്? വിഭിന്നരാണ്. വിഭിന്നരായതുകൊണ്ട് തന്നെ അവർ നടക്കുന്ന വികാസവും എന്താണ്? വിഭിന്നമായിട്ടാണ് നടക്കുക, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടാണ് നടക്കുന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥമാക്കുന്നത്? എന്നാ അർത്ഥമാക്കും? വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥമാക്കുന്നത്? എന്നാ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പാരമ്പര്യം എന്നത് സ്ഥിരമാണോ അതോ മാറിക്കൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണോ പാരമ്പര്യം എന്ന് പറയുന്നത്?
സ്ഥിരമാണോ അതോ മാറിക്കൊണ്ടിരിക്കുന്നതാണോ പാരമ്പര്യം എന്ന് പറയുന്നത്? സ്ഥിരമാണ് അല്ലേ? അപ്പം ഞാൻ ഈ ഒരു ട്രയാങ്കിൾ വരച്ച് അവിടെ പാരമ്പര്യം കേട്ടോ, പാരമ്പര്യം എന്നുള്ളത് താഴത്തെ ഇവിടെ വരച്ചിട്ട് ഞാനിവിടെ സ്ഥിരമാക്കി കൊടുക്കുക കേട്ടോ, സ്ഥിരമാക്കി കൊടുക്കുക. കാരണം ഇതിന് ഇനിയും ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പാരമ്പര്യത്തിലുള്ള ഇതുണ്ടോ അതെല്ലാം നമുക്കുണ്ട്, ശരിയല്ലേ? പക്ഷേ നമ്മുടെ പരിസരം നോക്കിയേ, പരിസരം എന്നത് സ്ഥിരമാണോ അതോ ചേഞ്ചസ് വരുന്നതാണോ അല്ലെങ്കിൽ മാറ്റം വരുന്നതാണോ? പരിസരം മാറ്റം വരുന്ന, ശരിയല്ലേ? വീട്ടിൽ വരുമ്പോൾ വേറൊരു പരിസരം, നാട്ടിലിറങ്ങുമ്പോൾ വേറൊരു പരിസരം, സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു പരിസരം, ഇങ്ങനെ ഓരോരോ പരിസരമാണ് കൊച്ചിനുള്ളത്. അപ്പോൾ ഈ കിട്ടുന്ന പാരമ്പര്യത്തെ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റത്തില്ല, ശരിയല്ലേ? ഒരു കൊച്ചുണ്ടായി വരുമ്പോൾ ആ കൊച്ചിൻ്റെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ ആ ഒരു വികാസത്തിൽ പാരമ്പര്യത്തെ മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പകരം എന്തിനെ നമുക്ക് മാറ്റാം? പരിസരത്തെ മാറ്റാം. ഇപ്പം ഒരു കൊച്ച് തീരെ പഠിക്കാൻ സാമ്പത്തികമില്ലാത്ത അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ ആ കൊച്ചിനെ നമുക്ക് വേണമെങ്കിൽ റെമഡിയൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ കൊച്ചിൻ്റെ പരിസരത്തിലൊരു മാറ്റം വരുത്താം. അപ്പോൾ മാറ്റം വരുത്തുമ്പോൾ കണ്ടോ, പരിസരം ചേഞ്ച് ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ സാധനം മുകളിലോട്ട് വീണ്ടും 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 കയറും. അപ്പോൾ വീണ്ടും വീണ്ടും കയറുമ്പോൾ ട്രയാങ്കിളിലെ വലുപ്പം വീണ്ടും വീണ്ടും കൂടും. അപ്പോൾ അവൻ്റെ വികാസമല്ല ഈ അകത്ത് കിടക്കുന്നേ, വികാസം കൂടിക്കൊണ്ടിരിക്കും കണ്ടോ. ഇനിയും കിട്ടിയ പാരമ്പര്യം മോശമാണെങ്കിൽ ഇവിടെ വരെ പോകത്തുള്ളൂ പരിസരം കണ്ടോ, അവൻ്റെ ട്രയാങ്കിൾ വലുപ്പം ഇത്രേ കാണത്തുള്ളൂ. അപ്പോൾ അവൻ്റെ ഏരിയ കണ്ടോ, ആ ട്രയാങ്കിളിൻ്റെ ഒരു പരപ്പളവ് നോക്കുവാണെങ്കിൽ കണ്ടോ ഇത്രയേ ഉള്ളൂ. അതിൽ സംഭവിക്കുന്ന വികാസം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ്, പാരമ്പര്യത്തെ സ്ഥിരമാക്കിക്കൊണ്ട് പരിസരത്തെ നമുക്ക് മാറ്റം വരുത്തിയാൽ, എങ്ങനെ മാറ്റം വരുത്തണം? നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ വികാസം പ്രാവർത്തികമാകും അല്ലെങ്കിൽ സാധ്യമാകും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഏതാണ് വികാസം? പാരമ്പര്യത്തെയും പര്യാവരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഏതാണ്? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ നടക്കുന്നു, വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു, മുഴുവനായിട്ടാണ് വികാസം സാധ്യമാകുന്നത്, അവിടെ നിന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ വികാസം ക്രമീകൃതമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വികാസത്തെപ്പറ്റി പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കണം, ഓരോന്നും എന്താണെന്ന് ഓർത്ത്. കാരണം നമ്മുടെ മുൻപിൽ കുട്ടികളിരിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മളെ കൊണ്ട് വരുത്താൻ പറ്റുമെന്ന് എടുത്തു പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അവരിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്കിങ്ങനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ഇവിടുത്തെ ഗുണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഒരുപാട് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. നോക്കി, ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, മറ്റേതൊരു ചേഷ്ടയും പോലെ ഉണ്ടോ? ചേഷ്ട എന്ന് പറഞ്ഞ വാക്കൊക്കെ വന്നിട്ടുണ്ടോ? പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഒപ്പേറൻ കണ്ടീഷനിങ് വഴി ഇത് സ്വായത്തമാക്കാം. ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ് ഒപ്പേറൻ കണ്ടീഷനിങ്ങിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്? സ്കിന്നർ. കറക്റ്റാണ് കേട്ടോ. സ്കിന്നർ പറഞ്ഞ കാര്യമാണ് ഭാഷ എന്നത് ഒരു വാചിക ചേഷ്ടയാണ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ വാചികമായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റിമുലസ് ആണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മറ്റേതൊരു ചേഷ്ടയും പോലെ പ്രവർത്തനാനുബന്ധനം അതായത് ഒപ്പേറൻ കണ്ടീഷൻ വഴി നമുക്കിത് സാധ്യമാക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് B.F. സ്കിന്നർ. പിന്നെ B.F. സ്കിന്നർ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് കണ്ടോ, B.F. സ്കിന്നർ പറഞ്ഞ കുട്ടികൾ മുതിർന്നവരെ അനുകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളത് ലഭിക്കുമ്പോഴോ പ്രശംസിക്കപ്പെടുമ്പോഴോ അവരുടെ ശരിയായിട്ടുള്ള ഉച്ചാരണങ്ങൾ ശക്തിപ്പെടുന്നു. ഇപ്പം നമ്മൾ കൊച്ചുങ്ങൾ ചില വാക്കുകൾ നമ്മൾ തിരുത്തി കൊടുക്കുന്നത് കാണാൻ മേലേ. ഇപ്പം നമ്മൾ പറയുകയാണ് കൊച്ചു ക്ലാസ്സിൽ ഭക്ഷണത്തിന് എന്താ പറയുന്നത്? വിശക്കുന്നു എന്ന് പറയുന്ന കാര്യം എന്നാ കൊച്ചുങ്ങൾ പറയുന്നത് എന്നാ? കൊച്ചുങ്ങൾ പറയുന്നത് എന്നാ വേണമെന്ന് പറയുന്നത്? വിശപ്പുണ്ടെങ്കിൽ മാമൻ വേണമെന്നല്ലേ പറയുന്നത്? നിങ്ങളുടെ നാട്ടിൽ അതാണോ പറയുന്നത്? ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ പറയാം കേട്ടോ, മാമൻ വേണമെന്ന് പറയുന്നത് വിശക്കുന്നതിന്. പക്ഷേ 10ാം ക്ലാസ്സിലായാലും ആ കൊച്ചു മാമൻ വേണമെന്ന് പറയുമോ? ഇല്ല, അമ്മയെ വിശക്കുന്നു എന്നേ പറയത്തുള്ളൂ. അവിടെ എന്താ സംഭവിച്ചത്? മുതിർന്നവരെ അനുകരിച്ച് അവിടെ ശരിയായിട്ടുള്ള ഉച്ചാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞത്? മാമോ നല്ല മോനെ പറയേണ്ടത്, വിശക്കുമ്പോൾ വിശക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി വെള്ളം കുടിക്കാൻ നേരം എന്നാ പറയേണ്ടത്? വെള്ളം വേണമെന്ന് എന്നാ പറയുന്നത്? നിങ്ങളൊന്നും കേട്ടിട്ടില്ലേ? വെള്ളം വേണമെന്ന് നമ്മുടെ പിള്ളേരെങ്ങനെയാണ് നമ്മളോട് പറയുന്നത്? കേട്ടില്ല. എന്താ പറയുന്നത്? വെള്ളം വേണമെന്ന് കൊച്ചിലെ ക്ലാസ്സിൽ അല്ലെങ്കിൽ കൊച്ചു പ്രായത്തിൽ പിള്ളേരെന്താ പറയുന്നത്? ഉമ്പം വേണം അല്ലേ? കേട്ടിട്ടില്ല അങ്ങനെ ഒരു വാക്ക്? ഇവിടെ നമ്മുടെ ഈ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ കൊച്ചുങ്ങൾ പറയും എനിക്ക് ഉമ്പം വേണമെന്ന് പറയുമോ? ഇല്ല, അവിടെ എപ്പോഴും പറയുന്നത് എന്താണ്? എനിക്ക് വെള്ളം വേണമെന്ന് തന്നെ പറയും, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള ഉച്ചാരണങ്ങൾ വഴി അവിടെ നമുക്ക് എന്നാ എടുക്കാൻ പറ്റും?
ഒപ്പേരൻ കണ്ടീഷനിങ് നടത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് കുട്ടികൾ മുതിർന്നവരെ അനുകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്ന പല വാക്കുകൾ അവർ നമ്മളറിയാതെ ക്യാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കൊച്ചു ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പിള്ളേരെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ മാതാപിതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ മുതിർന്നവർ തമ്മിൽ വഴക്ക് കൂടുതലെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം അവരവരെ അനുകരിക്കും, അത് കേട്ടവർ പഠിക്കും. ആണ് അവിടുത്തെ കാര്യം കേട്ടോ. ഞാൻ ക്ലാസ്സിലെന്ന് പറഞ്ഞതാണ്. ഇനി പിയാഷെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്താണ് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നുണ്ടോ. പിയാഷെ പറഞ്ഞ കാര്യമാണ്. കാരണം പിയാഷെ എന്ന് പറഞ്ഞ വ്യക്തി ബുദ്ധിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയല്ലേ. അപ്പോൾ ബുദ്ധിയുണ്ടെങ്കിലല്ലേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ പിയാഷെ പറഞ്ഞ വ്യക്തിയാണ് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് പറഞ്ഞ വ്യക്തിയാണ് പിയാഷെ. ബന്ദൂര എന്താ പറഞ്ഞത്? നിരീക്ഷണവും മാതൃകയാക്കലും വഴിയാണ് എന്ത് നടക്കുന്നത്, പഠനം നടക്കുന്നതാണ് ബന്ദൂര പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ബ്രൂണർ പറഞ്ഞ എന്താണ്, ലാസ് കണ്ടോ, ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അഥവാ ഭാഷാ ഏറ്റെടുക്കൽ പിന്തുണാ സംവിധാനം ഉണ്ടെന്നാണ് ബ്രൂണർ പറഞ്ഞത്. അതുവഴിയാണ് കുട്ടികൾ സ്വായത്തമാക്കുന്നത് പറഞ്ഞു. ഇനി നമ്മുടെ വിഗോസ്കി പറഞ്ഞ് പിയാഷെ എതിർത്തു. പിയാഷെ എന്താ പറഞ്ഞത്, വിഗോസ്കി എന്താ പറഞ്ഞത്, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് പറഞ്ഞു. പക്ഷേ പിയാഷെ എന്തായിരുന്നു പറഞ്ഞത്, ചിന്ത ഭാഷയെ നയിക്കുന്നു. വിഗോസ്കി വന്ന് പറഞ്ഞു അല്ല, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആലോചിച്ചാൽ മതി. പിയാഷെ എന്ന് പറയുന്ന വ്യക്തി വൈജ്ഞാനിക മണ്ഡലത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ വൈജ്ഞാനിക മണ്ഡലത്തിൽ എന്നാ നടക്കും, ആദ്യം ചിന്ത നടക്കും. പക്ഷേ വിഗോസ്കി എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തേ, സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ച് മറ്റുള്ള കുട്ടികളുമായിട്ട് സംവദിക്കുമ്പോൾ അവിടെ ഭാഷയുണ്ടാവും. ആ ഭാഷയാണ് കുട്ടിയെ ചിന്തയിലേക്ക് നയിക്കുന്നതാണ് വിഗോസ്കി പറഞ്ഞത് കേട്ടോ. ഇനിയും ചോംസ്കി പറഞ്ഞ എന്താണ്, നമ്മുടെ ഭാഷ ഒരു സ്വസിദ്ധമായ ശേഷിയാണ്. ഒരു കുട്ടിയുടെ തലച്ചോറിൽ ജനനസമയത്ത് പ്രത്യേക ഭാഷാ സംവിധാനം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. ഏതാണ്, UG അല്ലെ, യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്. അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്, കേട്ടിട്ടുണ്ടോ? മറ്റൊരു പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തന്നോ മറ്റൊരു പേര്, യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ മറ്റൊരു പേര് രചനാന്തരണ പ്രജനന വ്യാകരണം. നല്ലൊരു പേരല്ലേ, അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കേട്ടോ. എന്താണ്, രചനാന്തരണ പ്രജനന വ്യാകരണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും കേട്ടോ. അപ്പോൾ കണ്ട് പേടിക്കരുത്, ഇതൊക്കെ നമ്മുടെ നോം ചോംസ്കിയുടെ ഇടപാടാണ് കേട്ടോ. എന്താണ് രചനാന്തരണ പ്രജനന വ്യാകരണം, ഈ പറഞ്ഞ യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഇത് കണ്ടുപിടിച്ച വ്യക്തിയാണ് നമ്മുടെ നോം ചോംസ്കി കേട്ടോ. അപ്പോൾ ഇവരിനകത്തുള്ള എല്ലാവരും വന്നില്ലേ, ആൽബർട്ട് ബന്ദൂര പറഞ്ഞത് എന്താണ്, ബ്രൂണർ പറഞ്ഞത് എന്താണ്, വിഗോസ്കി പറഞ്ഞത് എന്താണെന്നുള്ള സ്വന്തമായിട്ടുള്ള എല്ലാം കിട്ടി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. നമ്മുടെ ഭാഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി ഓർമ്മിച്ചെന്നുള്ളൂ കേട്ടോ. അടുത്ത നോക്കിയേ, ചുവടെ നൽകിയ പ്രക്ഷേപണ രീതി ഏത് ഉണ്ടോ. ആദ്യം ഇങ്ങോട്ട് ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇതായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏതാണ് പ്രക്ഷേപണ രീതി, പറഞ്ഞു ഏതാ പ്രക്ഷേപണ രീതിയായിട്ട് വരുന്നത്, വാക്യപൂർണ്ണ പരീക്ഷ കേട്ടോ. ആദ്യം വന്നത് അതുമായിട്ടുള്ള ബാക്കിയുള്ള ഇതായിരുന്നു വന്നത് അല്ലേ. അപ്പോൾ വാക്യപൂർണ്ണ പരീക്ഷയാണ് ഇവിടുത്തെ പ്രക്ഷേപണ രീതി. ഇനി സോഷ്യോഗ്രാം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? സോഷ്യോമെട്രിക് ടെക്നിക് കണ്ടുപിടിച്ചത് ആരാണ്, കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? സോഷ്യോമെട്രിക് ടെക്നിക് കണ്ടുപിടിച്ച വ്യക്തി JL മൊറീനോ. ഓക്കെ, കറക്റ്റാണ്, JL മൊറീനോ ആണ് കണ്ടുപിടിച്ചത് കേട്ടോ. JL മൊറീനോ ആണ് കണ്ടുപിടിച്ചത്. ഇനിയും ഇദ്ദേഹം പറഞ്ഞ എന്താണ്, ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ച പേരെന്താണ്, ഒരാൾ ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ അദ്ദേഹം വിളിച്ച പേരെന്താണ്, ഐസൊലേറ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺ അദ്ദേഹം വിളിച്ചത്. ഇനിയും രണ്ടെന്ന് പറഞ്ഞ വ്യക്തി മൂന്നിനെയും മൂന്നെന്ന് പറഞ്ഞ വ്യക്തി രണ്ടിനെയുമാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൂടെ നടക്കുന്നതെങ്കിൽ അവർക്ക് വിളിച്ച പേരെന്താണ്, ട്വിൻസ് അല്ലെങ്കിൽ കറക്റ്റാണ് ദ്വന്ദ്ങ്ങൾ കേട്ടോ. ദ്വന്ദ്ങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ച പേര്. ഇനിയും 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വിളിച്ച പേരെന്താണ്, ക്ലിക്കുകൾ കേട്ടോ, ക്ലിക്കുകൾ. ഇനിയും ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അവനാണ് അവിടുത്തെ സ്റ്റാർ. ഇപ്പം നമ്മുടെ എലക്ഷൻ നടക്കുമല്ലേ, എലക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റാർ ആരാന്ന്, ശരിയല്ലേ. എലക്ഷൻ നടക്കുമ്പോൾ ഒരാളല്ലേ ഒരു വാർഡ് ജയിക്കത്തുള്ളൂ. അപ്പോൾ അവനല്ലേ അവിടുത്തെ സ്റ്റാർ അല്ലേ, കാരണം കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന അവനല്ലേ. വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, കൂടുതൽ ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് എന്താ, അവൻ അവിടുത്തെ സ്റ്റാറാണ്. അപ്പം കണ്ടോ സോഷ്യോമെട്രിക് ടെക്നിക്സ് ഇമ്പോർട്ടൻസ് വന്നു കണ്ടോ, അവിടെയാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ് നടക്കുന്നത്. ഇനിയും ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അവരെന്നാ പറയും, ഇപ്പോൾ നമ്മുടെ വീടുകൾ കയറാൻ വരത്തില്ലേ നമ്മുടെ ഇലക്ഷൻ ആൾക്കാർ, അവർക്ക് നമ്മൾ എന്നാ പറയും, ഗ്യാങ്ങുകൾ കേട്ടോ, ഗ്യാങ്ങുകൾ കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. എന്താണ്, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേരാണ് ഗ്യാങ്ങുകൾ, അത് ഓർത്തിരിക്കണം. ഇനി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ചെക്ക് ലിസ്റ്റ് പഠിപ്പിച്ചതാ, ചോദ്യാവലി പോലെ അതിനകത്ത് യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത്
ഒരു കൂട്ടം ആൾക്കാരുടെ വിവരശേഖരണം ഒരുമിച്ച് നടത്തുവാനായിട്ട് സാധ്യമാകുന്ന ഒരെണ്ണമാണ് ചെക്ക് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചോദ്യാവലി എന്താണെന്നറിയാലോ? എന്താണ് ചോദ്യാവലി? നമ്മുടെ വിവരശേഖരണത്തിന് നാം പ്രയോഗിക്കുന്ന ഒന്നാണ് ചോദ്യാവലി. അതുപോലെ തന്നെ ചോദ്യാവലി 2 തരമുണ്ട്. ഒരെണ്ണം ഓപ്പൺ എൻഡഡും ഒരെണ്ണം ക്ലോസ്ഡ് എൻഡഡും. ഇതൊക്കെ പഠിപ്പിച്ചതാ, ഓർക്കുന്നുണ്ടോ? എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? വൺ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? മോർ ദാൻ വൺ ആൻസർ. അതായത് ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരമുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ക്ലോസ് എൻഡഡ് ആണെങ്കിലോ 1 ക്വസ്റ്റ്യൻ 1 ആൻസർ. ഒരു ക്വസ്റ്റ്യൻ ഒരു ഉത്തരം കാണത്തുള്ളൂ. അതായത് കേറ്റിട്ട് പരീക്ഷയുടെ നോക്കി, ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, ഒരു ഉത്തരവേ ഉള്ളൂ, എന്ന് പറഞ്ഞ ഉത്തരം മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഇതൊരു ക്ലോസ് എൻഡഡ് ചോദ്യമാണ്. ഇനി ഒരു ഓപ്പൺ എൻഡഡ് ചോദ്യത്തിന് ഒരു ഉത്തരം പറയാവോ? ഒരു ചോദ്യം പറയാവോ? ഓപ്പൺ എൻഡഡ് ചോദ്യത്തിന് ഒരു ചോദ്യം പറയാവോ? കേട്ടില്ല. അത് ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ് എൻഡഡ് ആണോ? ഒരു ഉത്തരവേ ഉള്ളൂ, അത് ക്ലോസ് എൻഡഡാ കേട്ടോ. ഞാൻ ചോദിച്ചത് ഓപ്പൺ എൻഡഡിന് ഒരു എക്സാമ്പിൾ തരാമോ? പെട്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം. പറഞ്ഞു. ഒരു തുറന്ന ചോദ്യത്തിന് ഉദാഹരണം പറഞ്ഞു. ഇല്ലേ, ഞാൻ ചോദിക്കാം. 10നെ ഏതൊക്കെ വിവിധ സംഖ്യകളുടെ തുകയായി എഴുതാൻ പറ്റും? ഏതൊക്കെ എഴുതാൻ പറ്റും? 10നെ ഏതൊക്കെ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റും? 5 5 9 1 8 2 7 3 6 4 ഉണ്ടോ? പല ഉത്തരങ്ങൾ വന്നില്ലേ? അതൊരു ഓപ്പൺ എൻഡഡാ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന ചോദ്യമാണ്. മറ്റേതാണെങ്കിലോ ഒരു അടഞ്ഞ ചോദ്യമാണ്. കണ്ടോ? ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. മിക്കപ്പോഴും ഈ തുറന്ന ചോദ്യം എന്താണെന്ന് ഗണിതത്തിലും സയൻസിലും സോഷ്യലും ഒക്കെ ചോദിക്കും കേട്ടോ. ഒരു ചോദ്യം തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് താഴെ പറയുന്നതിലൊരു തുറന്ന ചോദ്യത്തിന് ഉദാഹരണം ഏത്, താഴെ പറയുന്നതിലൊരു അടഞ്ഞ ചോദ്യത്തിന് ഉദാഹരണം ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. സോ അതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ടായിരിക്കണം കേട്ടോ. അതാണ് ചോദ്യാവലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപ ഘട്ടം ആശയ രൂപീകരണം നടക്കണം. ആര് പറഞ്ഞതാ? ബ്രൂണർ കേട്ടോ. ബ്രൂണറാണ് പറഞ്ഞത്, ഒരു ഡൗട്ടും ഇല്ല, ശരിയല്ലേ? കുറേ തവണ പറഞ്ഞതാണ്. ഇനി വിഗോസ്കി പറഞ്ഞ എന്നൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? പഠിപ്പിച്ചില്ല, എന്നാലും കുറേയൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട്. എന്നൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നൊക്കെയാണ് പറഞ്ഞത്? ZPD. ZPD നടക്കണമെങ്കിൽ എന്നാ വേണം? കൈത്താങ് വേണം, ശരിയല്ലേ? കൈത്താങ് വേണം. പിന്നെ അതുപോലെ തന്നെ CAL PAL കേട്ടോ. ഓർത്തിരുന്നു ഈ വാക്കുകളൊക്കെ, അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. എന്താണ്? ZPD നടക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ്, കറൻറ്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും കേട്ടോ. CAL എന്ന് പറഞ്ഞാൽ കറൻറ്റ് എബിലിറ്റി ലെവലും PAL എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും കേട്ടോ. ഇത്രയാണ് ആര് കണ്ടുപിടിച്ചത്? നമ്മുടെ വിഗോസ്കി കണ്ടുപിടിച്ചത്. പിയാഷെ കണ്ടുപിടിച്ച കാര്യം പറയും 7 എണ്ണം ഉണ്ട്. ആർക്ക് പറയാം? 7 എണ്ണം ഇപ്പോഴും പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കയറി പറഞ്ഞ. ഓക്കെ, സന്തുലിതാവസ്ഥ, സാംശീകരണം, സംസ്ഥാപനം, സ്കീമ, അനുരൂപീകരണം. ഓക്കെ, കിട്ടിയില്ലേ? ഇനി സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണ്? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞത് ആരായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്? ഒരു ഓപ്ഷൻ്റെ അകത്ത് കണ്ടപ്പോൾ അയാളെ പറ്റി പറഞ്ഞതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. അദ്ദേഹമാണ് മനസ്സിന് 3 തലങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ മനുഷ്യ മനസ്സിനെ സ്പ്ലിറ്റാക്കിയതും അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. അതേപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് എടുത്ത് പഠിക്കാം. ഓർത്തിരുന്നാൽ മതി, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്, സൈക്കോ അനാലിസിസ് തിയറിയുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെൻറ്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ധനപ്രബലനം, ശരിയല്ലേ? യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ ആണെന്ന് വാങ്ങിക്കാൽ ഒരു പോസിറ്റീവ് കാര്യം,
അവനെ എന്താണ് നോട്ട് ബുക്കിൽ നിന്ന് പാഠഭാഗം പകർത്തിയിടുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം. അപ്പോൾ രണ്ടും പോസിറ്റീവാണ്. സോ ഇറ്റ്സ് എ ധനപ്രബലനം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇത് ആരുടെ വാക്കാണ്? ആരുടെ ഈ ടേം ആരാ കൊണ്ടുവന്നേ? സ്കിന്നർ കേട്ടോ, സ്കിന്നറാണ് ഇത് കൊണ്ടുവന്നത്. ഇനി പ്രോത്സാഹനം എന്താണെന്നറിയാലോ? എന്താണ് പ്രോത്സാഹനം? മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയും കേട്ടോ. എത്ര തരം മോട്ടിവേഷൻ ഉണ്ട്? 2 തരം, ആന്തരികവും ബാഹ്യവും കേട്ടോ. സ്വമേധയാ തോന്നുന്നതിനെ ആന്തരികമെന്നും അതുപോലെ തന്നെ പുറമേ ഒരാളുടെ സപ്പോർട്ട് മൂലം തോന്നുവാണ് അതിനെ ബാഹ്യമെന്നും പറയുന്നു. ഇനി ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെൻ്റ് എന്ന് പറയും അല്ലേ? നമുക്കറിയാം ശിക്ഷ എന്നതൊരു വേദനാജനകമായിട്ടൊരു അനുഭവമാണ് കുട്ടികളിൽ ഉളവാക്കുന്നത്. അതിൻ്റെ തീവ്രത എത്രമാത്രം ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? ഇനി ബഹുമതി എന്ന് പറഞ്ഞാൽ എന്താ? അവാർഡുകൾ കൊടുക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ നമ്മൾ 4 പേരുടെ മുമ്പിൽ എന്താണ് ആദരിക്കുക അല്ലെങ്കിൽ നമ്മൾ ബഹുമതിക്കുന്നതിന് പറഞ്ഞ പേരാണ് ബഹുമതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇവിടെ വരേണ്ട ഉത്തരം ധനപ്രബലനം. അത് വെച്ച് ഒരു ധരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് സോഷ്യൽ എന്നുള്ള ചോദ്യം കേട്ടോ. ഏതാണ്? മഞ്ഞ നിറവോ? അയ്യോ, കൃഷിഭൂമിയാണ് കേട്ടോ. ഒരു ധരാതീയ ഭൂപടത്തിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിഭൂമിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കാണാമോ നോക്കി ഈ ഫോട്ടോ? കാണാമോ? കാണാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ. അക്ഷാംശ രേഖാംശ രേഖകളും വരണ്ട ജലാംശയങ്ങളും റെയിൽപാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകളും അതിർത്തി രേഖകളും ഒക്കെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? കറുപ്പ് നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഇനി സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴക്കിണർ എപ്പോഴും ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങൾ എപ്പോഴും എങ്ങനെ ആയിരിക്കും? നീല നിറത്തിലായിരിക്കും. ആ കടലൊക്കെ നമ്മൾ കണ്ടില്ലേ നീല നിറത്തിൽ. ഇനി അടുത്ത് ശ്രദ്ധിക്കണം, കണ്ടിക്കേ. പച്ചപ്പുള്ളതല്ല. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷത്തോട്ടങ്ങളെല്ലാം പച്ച നിറത്തിൽ. അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പച്ചപ്പുള്ളതെല്ലാം പച്ച നിറത്തിൽ, നീലിപ്പുള്ളതെല്ലാം നീല നിറത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ബോർഡറുകളും കാര്യങ്ങളും എല്ലാം കറുപ്പ് നിറത്തിൽ. അടുത്ത ആൾക്കാരെയാണ് പഠിക്കേണ്ടത് കണ്ടോ. കൃഷി സ്ഥലങ്ങളാണെങ്കിൽ മഞ്ഞ നിറത്തിൽ. ഇപ്പോൾ ചോദിച്ച കാര്യം ഇതാ കണ്ടോ. കൃഷി സ്ഥലങ്ങളാണെങ്കിൽ മഞ്ഞ നിറത്തിൽ. തരിശുഭൂമിയാണെങ്കിൽ വെള്ള നിറത്തിൽ ഉണ്ടോ. തരിശുഭൂമിയാണെങ്കിൽ വെള്ള നിറത്തിൽ. അതുപോലെ തന്നെ പാർപ്പിടങ്ങൾ, റോഡ്, പാതകളൊക്കെ ആണെങ്കിൽ ചുവപ്പ് നിറത്തിൽ. അതുപോലെ തന്നെ ഗ്രിഡ് ലൈനുകൾ, അതായത് ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളും എല്ലാം കൊടുക്കുന്നതാണ് ചുവപ്പ് നിറത്തിൽ. പിന്നെ കൊണ്ടൂർ രേഖകളും അവരുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളുമെല്ലാം തവിട്ട് നിറത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഓരോ ഭൂവിശേഷത്തിലും നമ്മുടെ മാപ്പിൽ കാണപ്പെടുന്ന കളറുകൾ ഏതൊക്കെ നമുക്ക് 5-ലോ 6-ലോ ഒക്കെ പഠിപ്പിക്കാനായിട്ടുള്ളതാണ് മാപ്പിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ കേട്ടോ. ഓർത്ത് ഇതിലെ കറുപ്പ്, നീലയും പച്ചയും നമുക്കറിയാം, ശരിയല്ലേ? അത് നമുക്ക് കോമൺ സെൻസ് കൂടി എഴുതാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളവന്മാരെ എപ്പോഴും ചോദിക്കുന്നത് കൃഷിസ്ഥലങ്ങൾ എപ്പോഴും മഞ്ഞ നിറത്തിൽ, തരിശുഭൂമികൾ വെള്ള നിറത്തിൽ, പാർപ്പിടങ്ങൾ, റോഡ്, പാതകളെല്ലാം ചുവപ്പ് നിറത്തിൽ, പിന്നെ അതുപോലെ തന്നെ രേഖകളും മണൽക്കൂനകളും കുന്നുകളുമെല്ലാം തവിട്ട് നിറത്തിലാണ് എന്താണ് കാണിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കണം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇതിനകത്തുള്ള എല്ലാം കിട്ടിയല്ലോ. യെസ്. ഇനി വനമാണെങ്കിൽ ഏത് നിറത്തിലായിരിക്കും? വനമാണെങ്കിൽ ഇപ്പോൾ പഠിപ്പിച്ച വനമാണെങ്കിൽ പച്ച, ജലാംശയമാണെങ്കിൽ നീല, പാഴ്ഭൂമിയാണെങ്കിൽ ഏതാ? പാഴ്ഭൂമിക്ക് പറയുന്ന പേരല്ലേ തരിശുഭൂമി എന്ന് പറയുന്നത് കേട്ടോ. വെള്ള നിറത്തില്ല കേട്ടോ. വെള്ള നിറത്തിൽ കേട്ടോ. അതിനെ അങ്ങനെ ചോദിച്ചു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയുടെ പേര് ടീച്ചർ പഠിപ്പിച്ചതാ. ഏതാ? പോയി, കയ്യിൽ നിന്ന് പോയില്ല. ഏതാണ്? യൂഫ്രട്ടീസ് നദി. ഒരു നദി മാത്രമേ ഉണ്ടായിരുന്നുള്ളോ കൂട്ടത്തിൽ? 2 നദിയുണ്ട്. ടൈഗ്രീസും ഉണ്ട് കേട്ടോ. യൂഫ്രട്ടീസും അതുപോലെ തന്നെ ടൈഗ്രീസ് നദിയുണ്ട്. നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നദി. ഇനി നൈൽ നദി ആണെങ്കിലോ? നൈലാണെങ്കിൽ നൈൽ നദി, നൈല് ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഇനി ഹൊയാങ്ഹോയോ കേട്ടാലോ അറിയാലോ ആരാണ്? ചൈന കേട്ടോ. ആ വാക്ക് കേട്ടാലോ അറിയാലോ, ചൈന കേട്ടോ. ചൈനീസ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട. ഇനി സിന്ധു ഹാരപ്പൻ, ഇന്ത്യൻ അല്ല ഹാരപ്പൻ കേട്ടോ. ഹാരപ്പൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ് സിന്ധു നദിയുടെ സംസ്കാരം കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, നൈലാണെങ്കിൽ ഈജിപ്ത്, ഹൊയാങ്കോ ആണെങ്കിൽ ചൈനീസ്, സിന്ധു ആണെങ്കിൽ ഹാരപ്പൻ,
യൂഫ്രട്ടീസ് ടൈഗ്രീസ് ആണെങ്കിൽ മെസപ്പൊട്ടോമിയൻ. സോഷ്യലി എന്നുള്ള ചോദ്യം കേട്ടോ. അടുത്തുണ്ടോ താഴെ കൊടുത്തിരിക്കുന്ന ആദേശ സന്ധിക്ക് ഉദാഹരണം നിങ്ങൾ പറയണം കേട്ടോ. ചെഞ്ചുണ്ട്. ഉറപ്പാണോ? ഓക്കെ, എന്നാൽ ഞാൻ അതിനോട് ഉറയ്ക്കുന്നുണ്ട്. ചെഞ്ചുണ്ട് തന്നെയാണ് ആദേശ സന്ധിക്ക് ഉദാഹരണം. പനയോലയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ പിരിച്ചെഴുതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. പന അധിക ഓലയാണ് പനയോല, ശരിയല്ലേ? ഇത് പിരിച്ചെഴുതിയപ്പോൾ എന്നാ സംഭവിച്ചു? യാ വന്നു, കണ്ടോ? അപ്പോൾ ഓർത്തിരിക്കണം, പിരിച്ചെഴുതി കഴിയുമ്പോൾ പനയോല എന്ന് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? പനയോല എന്ന് പറയുന്നത്. അപ്പോൾ പിരിച്ചെഴുതി കഴിയുമ്പോൾ യായോ വായോ വന്നാൽ അവൻ ആരാണ്? ആഗമസന്ധ്യ കേട്ടോ. ആഗമസന്ധിയാണ് കേട്ടോ, ആഗമസന്ധിയാണ്. ഇനി തീപ്പെട്ടിയെ എങ്ങനെ പിരിച്ചെഴുതാം? തീ അധികം പെട്ടി. എന്നാ സംഭവിച്ചു? പാ ഇരട്ടിച്ചു, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി എന്നായി. അപ്പോൾ എന്നാ സംഭവിച്ചു? ഒരു പാ കൂടി വന്നു. അപ്പോൾ എന്നാ സംഭവിച്ചു? ഏത് സന്ധിയാണ് വന്നത്? ദ്വിത്വസന്ധി അല്ലെങ്കിൽ ഇരട്ടിപ്പ് സംഭവിച്ചു. അവിടെ ഒരു ദ്വിത്വസന്ധി വന്നു. ഇനി വന്നില്ലാനെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? വന്നില്ലാനെ വന്നു അധികമില്ല അല്ലേ? വന്നു അധികമില്ല എന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വന്നില്ല എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ? വന്നു അധികം ഇല്ല. എന്നാ സംഭവിച്ചത്? ഒരാൾ പോയി, കണ്ടോ? ഈ എന്ന് പറഞ്ഞ സാധനം പോയി, കണ്ടോ? വന്നു പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ പോയി. അപ്പോൾ എന്നാ സംഭവിച്ചു? ലോപസന്ധി, കണ്ടോ? ലോപമാണ് അവിടെ, വന്നില്ല എന്ന് വരുന്നത് കേട്ടോ. അവിടെ ലോപിക്കുകയാണ് ചെയ്തത്. ഇനി ചെഞ്ചുണ്ടാണെങ്കിലോ എങ്ങനെ എഴുതാൻ പറ്റും? ചെം അധികം ചുണ്ട് ആണ് ചെംചുണ്ട്. അപ്പോൾ ഓർക്കണം, ഇത് എന്തുകൊണ്ട് ആദേശസന്ധിയായി? ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ പിരിച്ചെഴുതുമ്പോൾ ഈ പറയുന്ന അധിക സ്ഥാനത്തിന് മുമ്പ് അനുനാസികമോ അതുപോലെ തന്നെ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ വരികയാണെങ്കിൽ അവന്മാരെല്ലാം ആരാണ്? നമ്മുടെ ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ അവർക്ക് വരുന്ന പേരാണ് ആദേശസന്ധി. പഠിപ്പിച്ചതല്ലേ? ഓർത്തിരിക്കണം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, അത് ഓർത്തിരിക്കണം കേട്ടോ. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എഴുതി കഴിയുമ്പം യായോ വായോ വന്നാൽ എന്താണ്? ആഗമസന്ധി. ഇവിടെ കണ്ടോ, തിരു പ്ലസ് ഓണം തിരുവോണം, കണ്ടോ? വാ ആഗമിച്ചു. അണി പ്ലസ് അറ അണിയറ, യാ വന്നു. തല പ്ലസ് ഓട് തലയോട്, യാ വന്നു. തിരു പ്ലസ് ആതിര തിരുവാതിര, വാ വന്നു. ആ പ്ലസ് അവൻ, കണ്ടോ? വാ വന്നു. ഇങ്ങനെ യായോ വായോ പിരിച്ചെഴുതി കഴിഞ്ഞിട്ട് വന്നാൽ അവരാണ് ആഗമസന്ധി. ഇനി അടുത്തത് ആദേശസന്ധി, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് പ്ലസ്സിന് മുമ്പ് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ, വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ച, അങ്ങനെയുള്ള ചന്ദ്രക്കലയിട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അല്ലെങ്കിൽ ചില്ലക്ഷരമോ, ചില്ലക്ഷരം ഏതാണ്? ഇള്ള് ഇണ്ണ് ഇള്ളൊക്കെ. പിന്നെ അനുസാരമോ. എന്താണ് അനുസാരമോ എന്ന് പറഞ്ഞാൽ അറിയാവോ? അനുസാരം, എന്താ അനുസാരം എന്ന് പറഞ്ഞാൽ? അനുസാരം എന്നാ സാധനം? അനുസാരം അനുസാരം എന്നാ സാധനം? കേട്ടിട്ടുണ്ടോ? നമ്മുടെ പറയത്തില്ലേ? എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂജ്യ അവസാനം വരും ഇല്ലേ? അതാണ് അനുസാരം. ഈ കിടക്കുന്ന സാധനത്തിന് പറഞ്ഞ പേരാണ് അനുസാരം എന്ന് പറയുന്നത് കേട്ടോ. അത് വരികയും ചേർത്തെഴുതുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്യുന്ന പറഞ്ഞ പേരാണ് അനുസാരം. നോക്കി, മരം, കണ്ടോ? ഇതൊരു അനുസാരം ഇവിടെ വന്നത്. മരം പ്ലസ്സിൽ മരത്തിൽ, കണ്ടോ? ഒരു അനുസാരം വന്നു പോയി. നോക്കി, കെ ഇൾ, ഇതെന്ന് പറഞ്ഞാൽ ഇള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചില്ലക്ഷരമായിരുന്നു, കണ്ടോ? ആ ചില്ലക്ഷരം വന്നു, കേട്ടെഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ എഴുതി കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ നോക്കി, കണ്ടോ? അത് ഇണ്ണ് ഇള്ള് ഇതെല്ലാം ചില്ലക്ഷരമാണ്. ഇനി അടുത്ത് നോക്കി, ഇല്ല് കൽ പ്ലസ് മതിൽ കന്മതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമാണ് വന്നത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അവനുണ്ടോ? അവനവിടെ ഇല്ല, കണ്ടോ? സോ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ വരുന്നവർക്ക് പറയുന്ന പേരാണ് ആദേശസന്ധി. പിന്നെ ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണം ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാവും, അതിന് പറയുന്ന പേരാണ് ലോപസന്ധി. നോക്കി, തണുപ്പ് അധികമുണ്ട് തണുപ്പുണ്ട്, ഇവിടെ ഇല്ലാതായി. ഒരു പ്ലസ് അരി ഒരടി, കണ്ടോ? അവിടെ ഇല്ലാതായി. തെല്ല് പ്ലസ് ഇട തെല്ലിട, ഈ ഇല്ലാതായി. അങ്ങനെ ഇല്ലാതാവുന്നതിന് പറഞ്ഞ പേരാണ് ലോപസന്ധി. ഈ ലോപത്തെ പറ്റി നമ്മുടെ ആരുടെൻ്റെ അകത്താണ് കണ്ടത്? പാവ്ലോവിൻ്റെ അകത്ത് കണ്ടില്ലായിരുന്നോ? ലോപിക്കുക, ഇല്ലാതാവുക എന്ന് കണ്ടില്ലായിരുന്നോ? എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇല്ലാതാവുക, ഉണ്ടോ? ഒരു സാധനം ഇല്ലാതാവുന്ന പറഞ്ഞ പേരാണ് ലോപസന്ധി. ഇനി അടുത്തതാണ് ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കും. അതായത് ഇട്ട, ഇപ്പ, ഇമ്മ, ഇതൊക്കെയാണ്
എന്താണ് ഇരട്ടിക്കുക എന്ന് പറയുന്നത്. അതിന് പറഞ്ഞ പേരാണ് ദ്വിത്വസന്ധി. നമ്മൾ മുമ്പേ 3 പേര് നിൽക്കുമ്പോൾ ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ 2 പേര് തമ്മിൽ ചേരുമ്പോൾ ഒരെണ്ണം ഇരട്ടിക്കും. ഇപ്പായായിട്ടോ ഇള്ളായിട്ടോ എണ്ണായിട്ടോ ഒക്കെ ഇരട്ടിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്താണ് നമ്മുടെ ദ്വിത്വസന്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ചെഞ്ചുണ്ട് ഏതാണ്? ഒരു ആദേശന്ധിയാണ്. സോ സന്ധികൾ ചോദിച്ചാൽ എപ്പോഴും എന്തെഴുതണം? ആദ്യം പിരിച്ചെഴുതണം, എന്നിട്ട് വേണം ഉത്തരത്തിലേക്ക് ഓടാൻ കേട്ടോ. പിരിക്കാതെ പോയിരുന്ന് മണ്ടത്തരം കാണിക്കരുത്. സന്ധികൾ എപ്പോൾ കിട്ടിയാലും പിരിച്ചെഴുതിയിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ. അടുത്ത ദിവസത്തേക്ക് മുതിർന്നവരുടെ ഭാഷാപ്രയോഗത്തെ അനുസരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചതിനകത്തുണ്ടായിരുന്നു. ആരാണ് അത് പറഞ്ഞത്? മുതിർന്നവരുടെ ഭാഷയെ പഠിക്കണമെന്ന് അടികൊള്ളും കേട്ടോ. നോം ചോംസ്കി പറഞ്ഞ അതാണോ? ആരാ? സ്കിന്നർ ഓർമ്മയില്ലേ? ഇപ്പം ഞാൻ കാണിച്ചതല്ലേ അത്. മുതിർന്നവരുടെ ഞാൻ പറഞ്ഞില്ലേ, മുതിർന്നവരുടെ മുന്നിൽ ഇരുന്ന് കൊച്ചു പിള്ളേരുടെ എന്താണ് സംസാരിക്കുക, അല്ലെ കൊച്ചു പിള്ളേരിക്കുമ്പോൾ മുതിർന്നവരുടെ മുന്നിൽ നിന്ന് പരിപാടി പറയില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. അതാരാ പറഞ്ഞത്? BF സ്കിന്നർ ആ കാര്യം പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് വണ്ടയ്ക്കാൻ ഒരു കിടവുണ്ടോ? ആദ്യത്തെ പോയിന്റ് തന്നെ അതാ. ഓക്കെ, കുട്ടികൾ മുതിർന്നവരെ അനുകരിക്കുന്നു കണ്ടോ. മുതിർന്നവരുടെ എന്താണ് അനുകരിച്ചാണ് അവർ ഭാഷ പഠിക്കുന്നത് എന്ന് പറയുന്നുള്ള കാര്യം ആരാ പറഞ്ഞത്? സ്കിന്നറാ പറഞ്ഞത്. ഇനി പൗലോ ഫെയറും ജോൺ ഡൂയും ആരാന്നറിയാവോ? ഈ 2 പേര് ആരാന്നറിയാവോ? പൗലോ ഫെയറും ജോൺ ഡൂയും ഒരു വിദ്യാഭ്യാസ ദാർശനികരായിരുന്നു. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെ പറ്റി ഒരുപാട് ചിന്താധാരയോടുകൂടി മുൻപോട്ട് വന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ പൗലോ ഫെയറും ജോൺ ഡൂയും. ഗാന്ധിജി, റൂസോ, പിന്നെ അതുപോലെ നമ്മുടെ വിവേകാനന്ദൻ, ഇവരെല്ലാം വിദ്യാഭ്യാസ ചിന്തകരായിരുന്നു, അതായത് ഫിലോസഫേഴ്സ് ആയിരുന്നു കേട്ടോ. അവരെപ്പറ്റി നമുക്കൊരു ക്ലാസ് വരാനുണ്ട്, അതിൻ്റെ അകത്ത് അവരെ പറ്റിയെല്ലാം എടുത്ത് പറയും കേട്ടോ. പിന്നെ നോം ചോംസ്കിയെ പറ്റി അറിയാമല്ലോ. നമ്മുടെ UGയും രചനാന്തര പ്രജനന വ്യാകരണവും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയും സർവഭാഷാ വ്യാകരണവും കണ്ടുപിടിച്ച വ്യക്തിയാണ് നോം ചോംസ്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ 3/4 വലുതും 5/6 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? കേട്ടില്ല. 7/6 ആണോ ഉത്തരം? ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 5ാം ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നതാണ് ഡെസിമൽ എന്ന് പറയുന്ന ഒരു സാധനം. ബുക്ക് സെർച്ചാൽ മനസ്സിലാവും കേട്ടോ. അതിൻ്റെ അകത്ത് അവർക്ക് എഴുതാനുണ്ട് ഒരു നോർമൽ ഫ്രാക്ഷനെ മിക്സർ ഫ്രാക്ഷൻ ആക്കാനും മിക്സഡിനെ നോർമൽ ആക്കാനും ഒക്കെയുള്ള പരിപാടി. അതിൻ്റെ അകത്ത് 3/4 വാല്യൂ നമുക്ക് കാണാതെ അറിയാം. എത്രയാണ്? 3/4 എന്നാണ് പറയുന്നത് അല്ലേ. 3/4 വാല്യൂ എത്രയാണ്? പറഞ്ഞേ, 3/4 വാല്യൂ എത്രയാണ്? 0.75 അല്ലേ. 3/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 750 ലിറ്റർ അല്ലേ. അപ്പോൾ 3/4 കിലോ എന്ന് പറഞ്ഞാൽ 750 ഗ്രാം അല്ലേ. അപ്പോൾ 3/4 വാല്യൂ എത്രയാണ്? 0.75. അല്ലെങ്കിൽ എങ്ങനെ 0.75 കിട്ടി നോക്കി? 3/4 ചെയ്യണം. എങ്ങനെ ചെയ്യും? 3ൽ 4 അടങ്ങുമോ? ഇസ് ഇറ്റ് പോസിബിൾ ടു ഡിവൈഡ് 3/4? അടങ്ങുമോ? 3ൽ 4 ഉണ്ടോ? എൻ്റെ 3 മുട്ടായി ഇരിക്കുക. നിങ്ങൾ എന്നോട് വന്ന് 4 മുട്ടായി തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ തരാനുണ്ടോ? 4 മിഠായി ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ എന്നാ എടുക്കണം? കടമെടുക്കാൻ ആരുമില്ല. ആരുമില്ലാത്തതുകൊണ്ട് ഞാനൊരു പോയിൻ്റ് ഇടും ഇവിടെ പോയിൻ്റ് ഇട്ടാൽ ഞാൻ ഈ 30ന് ഒരു 0 കൊടുക്കും. ഈ 3ന് ഒരു 0 കൊടുക്കും. 3ന് 0 കൊടുക്കുമ്പോൾ 30ആയി. ഇനി ഞാൻ ചോദിക്കും 30ൻ്റെ അകത്ത് എത്ര വട്ടം 4 ഉണ്ട്? 7 4 അല്ലേ. 7 4 എത്രയാണ്? 28ആണ്. കുറയ്ക്കണം. 0ൽ 8 പോകത്തില്ല, കടമെടുക്കണം. 10ൽ 8 പോയാൽ 2. 2ൽ 4 അടങ്ങത്തില്ല, 0 കൊടുക്കണം. 20ൽ 4 എത്ര തവണ ഉണ്ട്? 5 തവണ. കണ്ടോ? I4 20. അപ്പം നമുക്ക് 3/4 വാല്യൂ കിട്ടി 0.75. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് 0.75. ഇനി അടുത്ത 5/6 വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ? ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണം. നോക്കിയേ, 5/6. 5ൽ 6 അടങ്ങത്തില്ല, പോയിൻ്റ് കൊടുത്തു. പോയിൻ്റ് കൊടുത്താൽ അപ്പം തന്നെ 5ൻ്റെ ഇപ്പുറം ഒരു 0 കയറി വരും. 50ൽ എത്ര തവണ 6 ഉണ്ട്? 6ൻ്റെ പട്ടിക ചൊല്ലി 50ൻ്റെ അടുത്ത് എത്തിക്കണം. എത്ര തവണ 6 ഉണ്ട്? 6 8 48. ഓക്കെ, 8 6 48. അതുപോലെ തന്നെ കുറയ്ക്കണം, 2 കിട്ടും. ഇവിടെ 0 വരും, ശരിയല്ലേ? 2 വരും, 0 കിട്ടി. 20ൽ എത്ര തവണ 6 ഉണ്ട്? 3 തവണ അല്ലേ. അപ്പോൾ 3 തവണ വന്നാൽ 6 3 18. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
നമുക്കത് ആവശ്യമില്ല. നമുക്ക് 0.83 നിർത്താം കേട്ടോ, 0.83 നിന്നും. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം ഏതാണ്? നോക്കിയേ, 0.75 വലുതും 0.83 ചെറുതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താഴെ ചെയ്യുന്നവന്മാർക്ക് വാല്യൂമാർ ഇടയിൽ നിൽക്കണം. ഓരോന്നോരോന്ന് നോക്കിക്കോ. 2/3 ചെയ്ത് നോക്കിയേ, 2-ൽ 3 അടങ്ങത്തില്ല. 0 കൊടുത്തു, പോയിൻ്റ് കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു. 20-ൽ 3 എത്ര തവണയുണ്ട്? 6×3 18. സോ 6ആണ്. സോ അതിനെ അപ്പോഴേ എടുക്കേണ്ട ആവശ്യമുണ്ടോ? 0.6 എന്ന് പറഞ്ഞാൽ 7-നേക്കാളും പുറകില്ല. സോ അപ്പോൾ ഇവനല്ല, അവനെ വെട്ടിക്കളഞ്ഞു. അടുത്ത് 4/5 ചെയ്യുവാണ്. 4/5. ഓക്കെ, 4-ൽ 5 അടങ്ങത്തില്ല. പോയിൻ്റ് കൊടുത്തു, 40ആയി. 40-ൽ 5 എത്ര തവണയുണ്ട്? 5 40. സോ 8 കൊടുത്തു, 0.8 കിട്ടി. അത് ഇവൻ്റെ അടുത്ത അല്ലേ, അതായത് ഇവനേക്കാളും പുറകിലാണ്, ഇവനേക്കാളും വലുതാണ്. സോ ഇത് നമ്മളൊരു ഓപ്ഷൻ ആയിട്ട് ഇട്ടു. ഇനി വേറെ വല്ലവനുണ്ടോ നോക്കുവാണ്. 6/7 നമ്മൾ ചെയ്ത് നോക്കുവാണ്. 6/7 ചെയ്ത് നോക്കുവാണ്, കിട്ടത്തില്ല. പോയിൻ്റ് കിട്ടി. 60 കൊടുത്തു. 60-ൽ എത്ര തവണ 7 ഉണ്ട്? 60-ൽ എത്ര തവണ 7 ഉണ്ട്? എത്ര തവണയുണ്ട്? 8 തവണ. 8 7 56. ഓക്കെ, കുറയ്ക്കണം. 4. 40-ൽ എത്ര തവണ 7 ഉണ്ട്? 40-ൽ എത്ര തവണ 7 ഉണ്ട്? 7 35. ശരിയല്ലേ? 7 35 നിൽക്കുന്നത്. നമുക്ക് വേണ്ട വാല്യൂ 0.83. പക്ഷേ ഇത് കൂടിപ്പോയി, 85 ആയിപ്പോയി. സോ ഇവനെ എടുക്കാൻ പറ്റത്തില്ല. അടുത്തത് 9/10 ആണ്. ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കുക. ഒരു ഡെസിമൽ പോയിൻറ്റ് മുന്നോട്ട് മാറ്റി കിട്ടാൽ മതി, 0.9. അപ്പോൾ അത് അതിലും കൂടുതലാണ്. അപ്പോൾ ഏതിനാണ് ഇവിടെ ചാൻസ് ഉള്ളത്? 0.8 എന്ന് പറഞ്ഞാൽ നമ്മുടെ 4/5 ഇവിടെ ചാൻസ് ഉള്ളത്. ഉത്തരവായിട്ട് വരേണ്ട ആരാണ്? 4/5 ആണ്. ഉണ്ടോ? ഡെസിമൽ അറിയാവോ ഇല്ലയോ എന്ന് ടീച്ചർമാരെ ചെക്ക് ചെയ്യുന്നൊരു ചോദ്യമാണ്. കുത്തിയിരുന്ന് കണ്ടുപിടിക്കണം, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കും, താഴെ തന്നെ വലിയ ഭിന്നം ഏത്, ചെറിയ ഭിന്നം ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വാല്യൂ കണ്ടുപിടിച്ച് തന്നെ ചെയ്യണം. മനസ്സിലായോ? ഇവിടെ പ്യുവർ മാത്സ് ആണ് യൂസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സിഗറാത്തുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ കണ്ടെത്തുക. ഏതാണ് സിഗറാത്തുമായി ബന്ധപ്പെട്ട സംസ്കാരം? ഏതാ? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ് സിഗറാത്തുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട എന്തായിരുന്നു? ഫറവോ എന്നൊക്കെ ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടതാ. എന്താണ്? കൊണ്ടടക്കുന്ന സ്ഥലം എവിടെയാ? പിരമിഡുകൾ കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ് പിരമിഡുകൾ. ചൈനീസ് സംസ്കാരമാണെങ്കിലോ മൺപാത്രങ്ങളും നെയ്ത്തും ഒക്കെയാണ് ചൈനീസ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഹാരപ്പനാണെങ്കിലോ വലിയ കുളം, അതുപോലെ തന്നെ ധാന്യപ്പുഴയൊക്കെ നമ്മുടെ ഹാരപ്പൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. മെസപ്പൊട്ടേമിയൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് സിഗറാത്തുകൾ, ഈജിപ്ഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് പിരമിഡുകൾ, ഹാരപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ധാന്യപ്പുഴ, വലിയ കുളമൊക്കെ, ചൈനീസുമായിട്ട് ബന്ധപ്പെട്ട് മൺപാത്രങ്ങളും നെയ്ത്തും ഒക്കെയാണ് ചൈനീസ് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആൻഡ് ഡാഷ് ആർ റിസപ്റ്റീവ് സ്കിൽസ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? റിസപ്റ്റീവ് സ്കിൽസ് അറിയാമോ? ലിസണിങ്, സ്പീക്കിംഗ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ റിസപ്റ്റീവ് സ്കിൽസിന്? ലിസണിങ്, റീഡിങ്ങും. ഓക്കെ, അപ്പോൾ എന്താണ് റിസപ്റ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കി, റിസപ്റ്റീവ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്പോക്കണായോ അല്ലെങ്കിൽ വാചികമായോ റിട്ടേണായോ എഴുത്തിലൂടെയോ വരുന്നതാണ് റിസപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുക എന്ന് പറയത്തില്ലേ, നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഒന്ന് സ്പോക്കൺ വഴി ലിസൺ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ശരിയല്ലേ? രണ്ടാമത് സ്ക്രീനിൽ കാണും, നിങ്ങൾ വായിക്കുന്നുണ്ട്. അതൊരു നിങ്ങൾ റിസപ്റ്റീവ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന കാര്യമാണ്. ഇനി റിസപ്റ്റീവ് സ്കില്ല് പോലെ തന്നെയുള്ളൊരു കാര്യമാണ് പ്രൊഡക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്ത കാര്യത്തെ നിങ്ങളങ്ങനെ പുറത്തോട്ട് പ്രതിഫലിക്കുന്നു. ഇപ്പം ഞാനിവിടെ പറയുന്ന കാര്യം സ്പീക്കിങ്ങാണ്. നിങ്ങളത് എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റിങ്ങാണ്. അപ്പോൾ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എന്താണ്? പ്രൊഡക്റ്റീവ് സ്കില്ലാണ് ലാംഗ്വേജിലെ. ലിസണിങ്ങും റീഡിങ്ങും എന്താണ്? റിസപ്റ്റീവ് സ്കില്ലാണ്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്? റിസപ്റ്റീവ് സ്കില്ല് ഏതൊക്കെയാണ്? ലിസണിങ്ങും റീഡിങ്ങും. കണ്ടോ? ഓർത്തിരിക്കണം. ഇത് എവിടെ നിന്നാണ് വന്നത്? എത്ര സ്കിൽസ് ഉണ്ട് നമ്മുടെ ലാംഗ്വേജിൻ്റെ അകത്ത്? എത്രണ്ണമുണ്ട്? 4 സ്കിൽ. വിച്ച് ആർ ദേ? LSRW ഞാൻ നാളെ പഠിപ്പിച്ചല്ലേ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇതിലെ ലിസണിങ്ങും റീഡിങ്ങും ആരാണ്? നടുക്ക് കിടക്കുന്ന 2 പേര് റിസപ്റ്റീവ് സ്കിൽസാണ്. അതുപോലെ തന്നെ
നമ്മുടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആരാണ്? സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആരാണ്? ഇവനും ആരാണ്? പ്രൊഡക്റ്റീവ് സ്കില്ലാണ് കേട്ടോ. പ്രൊഡക്റ്റീവ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് കാണിക്കുന്ന സ്കില്ലാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റീവ് സ്കിൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വാചികമായിട്ടോ എഴുത്തിലൂടെയോ നമുക്ക് ആ പ്രൊഡക്റ്റീവ് സ്കില്ല് കാണിക്കാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ ഇനി അടുത്ത തവണ ചോദിക്കുന്നത് ചിലപ്പം ഡാഷ് ആൻഡ് ഡാഷ് ആ പ്രൊഡക്റ്റീവ് സ്കിൽ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യത്തെ നമുക്ക് പുറത്തോട്ട് പ്രകടിപ്പിക്കണമെങ്കിൽ എന്നാ വേണം? സ്പീക്കിങ്ങും വേണം, റൈറ്റിങ്ങും വേണം. ഒന്നെങ്കിൽ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് എഴുതിക്കൊണ്ട് പ്രകടിപ്പിക്കാം. ശരിയല്ലേ? അല്ലാതെ കേട്ടുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വായിച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ എഴുതിയെങ്കിലല്ലേ അത് വായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവ് സ്കില്ല്? സ്പീക്കിങ്ങും റൈറ്റിങ്ങും. എസ്സും ആറും സ്പീക്കിങ്ങും റീഡിങ്ങും എന്താണ്? നമ്മുടെ റിസെപ്റ്റീവ് സ്കിൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പീക്കിങ്ങും റീഡിങ്ങും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റീഡിങ് ഫോർ പ്ലഷർ ക്യാൻ ബി ഓൾസോ റിട്ടൺ അസ്. എന്താണ്? അല്ലെങ്കിൽ ഓൾസോ കോൾഡ് അസ്. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം പറയുന്ന ടൈപ്പ് ഓഫ് റീഡിങ് പറയുന്ന പേരെന്താണ്? എന്താണ്? എക്സ്റ്റെൻസീവ് റീഡിങ്. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. എക്സ്റ്റെൻസീവ് റീഡിങ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല വാചികമായിട്ടുള്ള വായന, അതാണ് എക്സ്റ്റെൻസീവ് റീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സ്കിമ്മിങ്? കേട്ടിട്ടുണ്ടോ? സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നൊക്കെ പഠിപ്പിച്ചതാ. നോക്കിക്കേ, പറഞ്ഞു തരാം ഒന്നുകൂടി. നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ റീഡിങ് 5 തരത്തിൽ അല്ലെങ്കിൽ 6 തരത്തിലുണ്ട് മെയിനായിട്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെയാണ് സൈലൻറ്റ് റീഡിങ്. എന്ന് പറഞ്ഞാൽ മൗന വായന എന്ന് പറയും. അതായത് ഒരാൾക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് നിങ്ങൾക്ക് തന്നാൽ നമുക്ക് കേട്ടിട്ടുള്ളതാണ്, മലയാളത്തിന് ഇംഗ്ലീഷിനുള്ളതാണ്. ഒരു കോംപ്രിഹെൻഷൻ പാസേജ് നിങ്ങൾക്ക് ആ പാസേജ് നിങ്ങളിരുന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉത്തരങ്ങൾ OMR ആയിട്ട് നിങ്ങൾക്ക് തരും. അവിടെ നിങ്ങൾ കർപ്പിക്കണം. അതൊരു സൈലൻറ്റ് റീഡിങ് പ്രോസസ്സാണ്. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും കോംപ്രിഹെൻസീവ് പാസേജ് ഉറക്കെ വായിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലൻറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ദി പർപ്പസ് ഓഫ് സൈലൻറ്റ് റീഡിംഗ് ഈസ് ഫോർ കോംപ്രിഹെൻഷൻ. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ. ഇറ്റ് ഈസ് മെയിൻലി സജസ്റ്റഡ് ഇൻ ഹൈലർ ക്ലാസ്സസ്. വലിയ ക്ലാസ്സിലാണ് അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സൈലൻറ്റ് റീഡിംഗ് ഉദ്ദേശിക്കുന്നത്. ഇനി റീഡിങ് എലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ പ്രോസസ്സ് ഓഫ് റീഡിങ് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും മലയാളം ടെക്സ്റ്റ് ബുക്കും വായിക്കുമ്പോൾ നമ്മൾ ടീച്ചർമാരിനകത്ത് എഴുതുന്നല്ലേ, എന്താണ്? ഇൻഡിവിജ്വൽ റീഡിങ്, കൊളാബറേറ്റ് റീഡിങ്, ഗ്രൂപ്പ് റീഡിങ്, റീഡിങ് ബൈ ലൗഡ് റീഡിങ് ബൈ ദി ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും അല്ലേ. അവിടെ നമുക്കറിയാം ലൗഡ് റീഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട പഞ്ച്വേഷൻ, പ്രൊനൗൺസിയേഷൻ, ഇന്നോട്ടേഷൻ, ഗ്രാമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ പറയും. അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടോൺ, നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ ടോണുകളും അതിൻ്റെ ഭാവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ലൗഡ് റീഡിങ് വഴി സാധ്യമാകും. അവിടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യും, ഇമാജിനേഷൻ ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങൾ ലൗഡ് റീഡിങ് വഴി സാധ്യമാകും. അല്ലാതെ മൗന വായന അല്ലെങ്കിൽ നമ്മുടെ സൈലൻറ്റ് റീഡിങ്ങിനകത്ത് ഈ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. ഇമാജിനേഷനോ ഇമോഷൻസോ വൊക്കാബുലറീസോ ഒന്നും നടന്നെന്ന് വരില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഉറക്കെ വായിപ്പിക്കണമെന്ന് പറയുന്നത്. അടുത്താണ് സ്കിമ്മിങ്. ഓർത്തിരിക്കണം, സ്കിമ്മിങ് എന്ന് പറയുന്നത് എന്താണ്? റീഡിങ് എ മീനിങ് എ ടെക്സ്റ്റ് ത്രൂ റീഡിങ് ദി ടെക്സ്റ്റ് ക്വിക്ക്ലി ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. ഈ വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ഓവറോൾ ഐഡിയ കിട്ടുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കിമ്മിങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു ബുക്ക് എടുക്കുക, ബുക്കിൻ്റെ പുറവശം നമ്മൾ മറിച്ച് നോക്കണം. ഏറ്റവും പുറകിലത്തെ പേജ് എടുക്കുവാണെങ്കിൽ ആ ബുക്കിനെ പറ്റി ഒരു ചെറിയ സാരാംശം അവിടെ കൊടുക്കും. ശരിയല്ലേ? അതാണ് ആ ബുക്കിൻ്റെ ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ? ഒരു ബുക്കിൻ്റെ ഓവറോൾ ഐഡിയ കിട്ടുന്നതിന് പറയുന്ന പേരാണ് സ്കിമ്മിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കാനിങ് എന്ന് പറഞ്ഞാലോ? ടു ഫൈൻഡ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ റീഡ് ചെയ്യുന്നതാണ് സ്കാനിങ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഡിക്ഷണറി തുറന്ന ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് പറഞ്ഞ വൊക്കാബുലറിയുടെ മീനിങ് കണ്ടുപിടിക്കാൻ പോകുന്നു. നമ്മളപ്പോൾ തൊട്ട് തപ്പി പോവോ? ഇല്ല. നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? സിയിൽ ചെല്ലും, സി കഴിഞ്ഞ് എ ചെല്ലും, അത് കഴിഞ്ഞിട്ട് ഇ ചെല്ലും. കണ്ടോ? അപ്പോൾ എന്താണ്? ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ മാത്രം നമുക്ക് മതി. അതായത് ഒരു പ്രത്യേക ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രത്യേക ഒരു അറിവിന് വേണ്ടി മാത്രം നമ്മൾ തപ്പിപ്പോകുന്നതാണ് നമ്മുടെ സ്കാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഫോണിൽ നിങ്ങൾക്കൊരു വിനായകൻ എന്ന് പറഞ്ഞ ആളെ തപ്പണം. നിങ്ങൾ എന്ത് ചെയ്യും? നേരെ എടുക്കും, സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യും, വിനായകൻ എന്ന് പറഞ്ഞ് തപ്പും. ശരിയല്ല? അല്ലാതെ ആരും തൊട്ട് Z വരെ സ്ലൈഡ് ചെയ്ത് പോകത്തില്ല, വിനായകനെ തപ്പി. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ നടക്കുന്നത്?
സ്കാനിങ് ആണ് നടക്കുന്നത്. കണ്ടോ, ഇതെല്ലാം സ്കാനിങ് ആണ് കേട്ടോ. എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണെങ്കിൽ സ്കാനിങ്. ഇനി അടുത്തേക്ക് എന്താണ് ഇൻറ്റൻസീവ് റീഡിങ്? ഷോർട്ടർ ടെസ്റ്റ് ടു എക്സാക്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ. നമ്മളിപ്പോൾ ബാലരമയോ ചെറുകഥകളോ ഒക്കെ വായിക്കുന്ന എന്താണ് ഈ പറയുന്ന ഇൻറ്റൻസീവ് റീഡിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കഥകളൊക്കെ വായിക്കുന്ന പറയുന്ന പേരാണ് നമ്മുടെ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്താണ്? കണ്ടോ, വൺസ് ഓൺ പ്ലഷർ, അതായത് ഒരാളുടെ ആനന്ദത്തിന് വേണ്ടി അദ്ദേഹം തന്നെ ഇരുന്ന് വായിക്കുന്ന പറയുന്ന പേരാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ്. അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ നോവലുകളോ വലിയ വലിയ കഥകളോ ഒക്കെ നമ്മൾ വായിക്കുന്നതാണ് നമ്മുടെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു തവണ ചോദ്യം ഇതായിരുന്നു, റീഡിംഗ് ദി ഹെഡ്ലൈൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാ? റീഡിംഗ് ദി ഹെഡ്ലൈൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാണ് ഇതിനകത്ത് വരേണ്ട? ഏത് റീഡിംഗാണ് വരേണ്ടത്? സ്കാനിങ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ സ്കാനിങ്ങും വരും സ്കിമ്മിങ്ങും വരും. ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത് സ്കിമ്മിങ്ങാണ് കേട്ടോ. നമ്മൾ പത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയണം. അപ്പം അതൊരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ പറയാണ്, എടാ ഇന്ന പേജിൽ ഇന്നതിനെ പറ്റി ഇന്ന കാര്യം പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ അത് സ്കാനിങ്, അത് മാത്രം തപ്പിപ്പോവാണെങ്കിൽ. പക്ഷേ നമ്മളൊന്ന് ഓടിച്ച് വായിച്ചു പോകുമ്പോൾ അവിടെ നമുക്ക് ഓവറോൾ ഐഡിയ കിട്ടും. അതായത് തലേദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നൊരു ഏകദേശം ഐഡിയ കിട്ടും. അവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? സ്കിമ്മിങ് ആണ്. മനസ്സിലായോ? സ്കിമ്മിങ് ആണ് അവിടെ നമ്മൾ ചെയ്യുന്നത്, സ്കാനിങ്ങിനേക്കാളും കൂടുതൽ. ഇൻ കേസ് സ്കാനിങ് നടക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പറയണം. എന്താണ്? നമ്മൾ പറയുവാണ്, എടാ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് സംബന്ധമായിട്ടൊരു വാർത്ത ഇന്ന് വന്നായിരുന്നോ, കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ വിദ്യാഭ്യാസ പേജിലേക്ക് ആദ്യം ഓടിപ്പോവും, അതിൻ്റെ അകത്ത് പെരുതും. അവിടെയാണ് നമ്മുടെ സ്കാനിങ് വരുന്നത്. പക്ഷേ സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും അല്ലേ? മൊത്തം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ മെയിൻ കാര്യങ്ങളാണെന്നുള്ള ഐഡിയ കിട്ടും. അതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ റീഡിങ് എ ന്യൂസ് പേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്കിമ്മിങ് കൂടുതൽ സ്യൂട്ടാണ് കേട്ടോ. കൂടുതൽ പേര് സ്കാനിങ് പറയും. സ്കാനിങ് വരാതിരിക്കാനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞു തന്നത്, എന്തുകൊണ്ടത് വരില്ലെന്ന് കേട്ടോ. സോ അത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ കേട്ടോ. ഇനി റീഡിങ് എ ഷോർട്ടർ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ റീഡിങ് എ ഷോർട്ടർ ടെക്സ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഏതാ? ഇൻറ്റൻസീവ് റീഡിങ് കേട്ടോ. ആ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, പല ആവർത്തി ചോദിക്കും കേട്ടോ, അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എ പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ് റിട്ടൺ ഓർ സ്പോക്കൺ ദാറ്റ് ഹാസ് യൂണിറ്റി ആൻഡ് മീനിങ് ആൻഡ് പർപ്പസ് ക്യാൻ ബി കോൾഡ് അസ്. ഏതാണ്? പഠിപ്പിച്ചതാ ഇട്ട ക്ലാസ്സിൻ്റെ അകത്ത് വന്ന ഏതായിരുന്നു? ലാംഗ്വേജ് ഡിസ്കോഴ്സസ്. എന്താണ് ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ TTC B.Ed ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അവസാനം ഒരാൾ വരുമെന്ന് പറയും. ആരാ വരുന്നത്? കമ്മീഷൻ. ഈ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ ചുമ്മാ കൈമീശിയാണോ കമ്മീഷനെ കാണാൻ ചെല്ലുന്നത്? ആണോ? അല്ല. നമ്മൾ എന്നൊക്കെ കൊണ്ടുചെല്ലും? നമ്മൾ ആ വർഷങ്ങളിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മളവരുടെ മുന്നിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ലാംഗ്വേജ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞാൽ. അത് റിട്ടേൺ ആകാം, സ്പോക്കൺ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ പറ്റി നമ്മൾ എഴുതിയ റിപ്പോർട്ട്സ് ആകാം. അങ്ങനെ എന്താണെങ്കിലും കണ്ടോ, എ പീസ് ഓഫ് എക്സ്റ്റെൻഡഡ് ലാംഗ്വേജ്. ആ ലാംഗ്വേജിനെ എന്തെല്ലാം രീതിയിൽ എക്സ്പ്രസ് ചെയ്യാവോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവോ വികസിപ്പിക്കാവോ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിന് പറയുന്ന പേരാണ് ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാംഗ്വേജ് എലമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ലാംഗ്വേജ് എലമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ലാംഗ്വേജ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻറ്റാക്സും മോർഫോളജിയും ഫൊണോളജിയും സീമാറ്റിക്സും പെർമാൻറ്റിക്സും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ് ലാംഗ്വേജ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് വന്ന അടുത്ത ഓപ്ഷൻ ആയിരുന്നു ലാംഗ്വേജ് കമ്പോസിഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ. എന്തായിരുന്നു? നമുക്കറിയാലോ, കുത്ത്, കോമ, പഞ്ച്വേഷൻ, ക്യാപിറ്റൽ ലെറ്റർ, സ്പെല്ലിങ്, പാരഗ്രാഫിങ്, ഇതൊക്കെയാണ് ലാംഗ്വേജ് കൺവെൻഷനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് എന്താണ് അവസാനം പറഞ്ഞ എന്തായിരുന്നു? ലാംഗ്വേജ് യൂണിറ്റ്സ്, അതായത് ലാംഗ്വേജിൻ്റെ ഏതൊക്കെ യൂണിറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കും. ഏതൊക്കെയാണ് ലാംഗ്വേജിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം. നമുക്ക് ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെ ഫൊണോളജി വേണം, മോർഫോളജി വേണം, സിൻറ്റാക്സ് വേണം, സീമാറ്റിക്സ് വേണം, പെർമാറ്റിക്സ് വേണം. ഇതെല്ലാം കൂട്ടിച്ചേർന്നെങ്കിൽ മാത്രമേ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ പൂർണ്ണമാവുകയുള്ളൂ. ഇവന്മാർക്ക് എല്ലാവരും കൂടി പറയുന്ന പേരാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പം ഈ ഒന്നാമത്തേതും, അതായത് ഈ പറഞ്ഞ ലാംഗ്വേജ് എലമെൻറ്റും ലാംഗ്വേജ് യൂണിറ്റും ശരിക്കും പറഞ്ഞാൽ
ഒരേ ടേമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ലാംഗ്വേജ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ കുത്ത്, കോമ, പഞ്ച്വേഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ക്യാപിറ്റലൈസേഷൻ, പാരഗ്രാഫ് മേക്കിംഗ് ഒക്കെയാണ് ലാംഗ്വേജ് കൺവെൻഷനകത്ത് വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അത് ചുമ്മാ നോക്കി വെക്കാൻ നല്ലതാണ്. കാരണം നമുക്ക് എഡിറ്റിംഗ് ഒക്കെ കുട്ടികളുടെ പറയാൻ വരുമ്പം പ്ലീസ് ചെക്ക് യുവർ ലാംഗ്വേജ് കൺവെൻഷൻ എന്ന് പറഞ്ഞുള്ള ഉത്തരം നമുക്ക് വേണമെങ്കിൽ പറയാം. കുത്തോ കോമയൊന്നും ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ അതെന്നാ വാക്കാന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ലാംഗ്വേജ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 30 സ്റ്റാർ 6 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ 15 എന്നതിൽ സ്റ്റാർ ചിഹ്നത്തിന് പകരം താഴത്തു നിന്ന് ഏതെല്ലാം ക്രിയാചിഹ്നങ്ങൾ ക്രമമായി ഉപയോഗിച്ചാൽ ഉത്തരം 0 ആകും? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? എ ആണ് കിട്ടുന്നത്. എങ്ങനെ കിട്ടുമെന്ന് ചെയ്തു നോക്കിയേ. നമുക്കറിയാം ഇവിടെ 6 റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്? ഏത് റൂളാണ്? ബോഡ്മാസ് റൂൾ യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ എ തന്നെ നമുക്ക് ഇട്ട് നോക്കാം. നോക്കിയേ, എ ഇടുവാണ്. 30 ഡിവൈഡഡ് ബൈ എയിലുള്ള ആദ്യം ഡിവൈഡറാണ്. സോ ഡിവൈഡ് കൊടുത്തു. 6 അടുത്ത ചിഹ്നം മൈനസ് ആണ്. 4 അടുത്ത ചിഹ്നം ഇൻറ്റു ആണ്. 5 പ്ലസ് ആണ്. 15 ആണ്. ഓക്കെ, ഞാൻ ബോർഡ് മാസ് ഇവിടെ എഴുതുവാണ്. BODMAS എഴുതുവാണ്. എന്നിട്ട് ചെയ്യുവാണ്. ബ്രാക്കറ്റ് ഉണ്ടോ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട്? ഇല്ല, അവനെ വെട്ടിക്കളയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്ക്വയറോ റൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ? ഇല്ല, അവനെയും വെട്ടി. ഇനി ഡിവിഷൻ ചെയ്യാനുണ്ടോ ഇതിൻ്റെ അകത്ത്? ആദ്യം ഉണ്ട്. ആരെയാണ് ചെയ്യാനുള്ളത്? 30/6 ചെയ്യാനുണ്ട് അല്ലേ? 30/6 ചെയ്താൽ 6 5 30. ഉത്തരം എത്ര കിട്ടും? 5 കിട്ടും. സോ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റുവാണ്. 5 - 4 × 5 പ്ലസ് 15. അപ്പോൾ ഡിവിഷനും കഴിഞ്ഞു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുണ്ടോ? ഉണ്ട്. ആരെ? ഇവനെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറും. 5 - I4 20 പ്ലസ് 15. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? അഡീഷൻ ആരൊക്കെ ചെയ്യും? ഇവിടെ പ്ലസ് നമ്പർ ആരൊക്കെ ഉണ്ട്? ഒരു +5 ഇവിടെ ഉണ്ട്, പ്ലസ് 15 ഉണ്ട്. 15 5 കൂട്ടിയാൽ എത്രയാണ്? 20 ആണ്. സോ 20 - 20. അപ്പോൾ അഡീഷനും കഴിഞ്ഞു. ഇനിയുള്ള സബ്സ്ട്രാക്ഷൻ മാത്രം. 20 ൽ നിന്ന് 20 പോലെ എത്രയാണ്? 0. കണ്ടോ എത്തിച്ചേർന്നത്? ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതും പഠിപ്പിച്ചതാണ്. ഓരോന്നും ചെയ്യുമ്പോൾ ഇങ്ങനെ BODMAS എന്ന് എഴുതി ഓരോന്നോരോന്ന് ക്യാൻസൽ ചെയ്ത് ചെയ്യണം. കുഞ്ഞുങ്ങളെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അവർ തെറ്റും. അവർ ഈ കണ്ട പോലെ കാട് കയറി പോവും, ഉത്തരങ്ങൾ കിട്ടത്തില്ല. ഈ B എഴുതി വെട്ടി ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. അത് മൊത്തം തീർന്നു കഴിഞ്ഞാൽ ബീനെ വെട്ടുക. ഓർഡേഴ്സ് ഉണ്ടോ നോക്കുക, കിട്ടിക്കഴിഞ്ഞാൽ വെട്ടുക. ഡിവിഷൻ ഉണ്ടോ നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ വെട്ടുക. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ വെട്ടുക. അഡീഷൻ ഉണ്ടോ നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ വെട്ടുക. സബ്സ്ട്രാക്ഷൻ ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തുക കേട്ടോ. ആ ഒരു രീതിയാണ് ഫലപ്രദമായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും 4 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും? നമ്മൾ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ തുടങ്ങുന്നതാണ് അല്ലേ? 5 അക്കമുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാ? 5 അക്കമുള്ള ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതാ? 10,000 അല്ലേ? അപ്പോൾ ഒറ്റ സംഖ്യ വെച്ച് തന്നെ എടുക്കണം. 10,001 എടുക്കണം. ഇനിയും ഏറ്റവും വലിയ 4 അക്കമുള്ള ഇരട്ട സംഖ്യ ഏതാ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാ? 9,999. അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 9,998 നമുക്ക് കിട്ടും. ഉത്തരം കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? 3 കിട്ടും. കണ്ടോ ചോദിക്കുന്ന ചോദ്യം കണ്ടോ? നമുക്കറിയാം, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ, ഏറ്റവും വലിയ 5 അക്ക സംഖ്യ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ, ഏറ്റവും വലിയ 1 അക്ക സംഖ്യ എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയിൽ നിന്നും ഏറ്റവും 4 അക്കത്തിൽ ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. ടീച്ചേഴ്സ് നമ്മളോട് ഇങ്ങനെ ഇച്ചിരി പാടായിട്ടേ ചോദിക്കത്തുള്ളൂ, ഡയറക്റ്റായിട്ടൊന്നും ചോദിക്കത്തില്ല എന്നുള്ള ചോദ്യം വേണം കേട്ടോ. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. സോ ഇവിടെ ഉത്തരം വരേണ്ടത് 3 ആണ്. കുറച്ചാൽ നമുക്ക് ഉത്തരം 3 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 100 മുതൽ 999 വരെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എത്ര 3 അക്ക എണ്ണൽ സംഖ്യകളുണ്ട്? ഇക്വേഷൻ പഠിപ്പിച്ചാണ്. എന്താണ് ഇക്വേഷൻ? ഓർക്കുന്നുണ്ടോ? n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? xn - x1/d + 1. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, +1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. ഇനി ഓരോ n എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? എത്ര 3 അക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ 999ൻ്റെ പുറകിൽ 5 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാ? 995. ശരിയല്ലേ? 5 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. സോ 995നെയാണ് 999ന് പുറകിൽ ഏറ്റവും ആദ്യം കുറയ്ക്കാൻ പറ്റുന്ന നമ്പർ. ഇനിയും 100 മുതലാണ്. സോ 100നെ നമുക്ക് പൂർണ്ണമായിട്ട് 5 കൊണ്ട് ഹരിക്കാമല്ലോ. 100
ബൈ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? ഇവിടെ തന്നിട്ടുണ്ട് എത്രയാ? 5 അല്ലേ? 5 + 1. ഇനി നോക്കിയാൽ 995 നിന്ന് 100 കുറച്ചാൽ 895 കിട്ടും. ബൈ 5 + 1. 895നെ 5 കൊണ്ട് ഭാഗിക്കണം. 895 ÷ 5. ഒരിക്കലും കാൽക്കുലേറ്ററെ പോയി കുത്തരുത്, കാരണം കേറ്ററ്റിൻ്റെ പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിവൈഡ് ചെയ്ത് നോക്കുക. 8ൽ 5 ഒരു തവണ 5 ഇവിടെ എഴുതി, കുറയ്ക്കണം 3, 80, 39. എഴുതുമ്പോൾ നമുക്ക് 5 35, 7 35 കിട്ടും. കുറയ്ക്കണം 45 കിട്ടും. 9 5 45. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടും 179 + 1 എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ നമ്പർ സി. കണ്ടോ കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കി ചെയ്ത് പഠിക്കണം കേട്ടോ. ഇക്വേഷൻസ് പഠിക്കണം. n = xn - x1/d + 1. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, +1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് നമ്പർ, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ്, എത്ര എണ്ണൽ സംഖ്യകളുണ്ട് എന്ന് പറയുന്നത്. ഇനിയും SNൻ്റെ ഫോർമുല എന്തായിരുന്നു? തുകയാണ് കണ്ടുപിടിക്കേണ്ടതുള്ള ഫോർമുല എന്നാ? n/2 × x1 + xn. കണ്ടോ? n/2 എന്ന് വെച്ചാൽ എത്ര നമ്പർ ഉണ്ടെന്ന് ഇവിടുന്ന് നമുക്ക് കിട്ടും. അവിടുന്ന് അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം x1നെയും xnനെയും തമ്മിൽ കൂട്ടിയാൽ മതി, നമുക്കിതിൻ്റെ മൊത്തം തുക കിട്ടും. ഈ കണക്കാണെങ്കിൽ എന്നെ വരും? 180/2 ആദ്യത്തെ തുക നമ്പർ ഏതാ? 100 + 995. കണ്ടോ? ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ഇവിടെ 90 കിട്ടും. ബാക്കി ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഇതിൻ്റെ തുക മൊത്തം കിട്ടും. അതാണ് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സമാന്തര ശ്രേണി, ഇത് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലുള്ളത് കേട്ടോ. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. അവിടെ നിന്നുള്ളൊരു ചോദ്യം അത് കേട്ടോ. പക്ഷേ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ബി അവെയർ ഓഫ് ഇറ്റ്. പഠിച്ചോ. LAD എന്ന യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആരാ? കണ്ടോ? LADയും യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയൊക്കെ മുന്നോട്ട് വെച്ചത് ആരാ? നോം ചോംസ്കി. ബാക്കിയുള്ളവരെ പറഞ്ഞതല്ലേ? പിയാഷെ ആണെങ്കിൽ ചിന്ത ഭാഷയെ നയിക്കുന്നു, വിഗോസ്കി ആണെങ്കിൽ ഭാഷ ചിന്തയെ നയിക്കുന്നു, സ്കിന്നർ ആണെങ്കിൽ മുതിർന്നവരുടെ ഭാഷയെ അനുകരിക്കുന്നു, അതുപോലെ തന്നെ ഒപ്പേറൻ കണ്ടീഷൻ പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം വഴി കുട്ടികൾ ഭാഷ പഠിക്കുന്നു, പ്രബലനത്തിനും സമ്മാനത്തിനും ഒക്കെ കുട്ടികളുടെ പ്രാധാന്യം അർഹിക്കുന്നു. അതാണ് സ്കിന്നർ പറഞ്ഞ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ അന്നജം കൂടുതലുള്ള ആഹാര പദാർത്ഥം ഏതാണ്? അന്നജം എന്ന് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഇതിലാണ് തിന. ഓക്കെ, കറക്റ്റാണ്. മുട്ടയിലും കോഴിയിലും മോലിലും ഒക്കെ എന്നാ കൂടുതൽ? പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റാണ് കൂടുതൽ കേട്ടോ. ഫാറ്റി കണ്ടൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പം അന്നജം കൂടുതലുള്ളത് തിനയിലാണ്. ഓക്കെ. ഇനി നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകഘടകങ്ങൾ പ്രധാനമായി ഊർജ്ജം ലഭിക്കുന്ന ഏതിൽ നിന്നെല്ലാം പഠിപ്പിച്ചത്? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ധാന്യകം, കൊഴുപ്പ്, മാംസ്യങ്ങൾ. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ചാർട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഏതാ? ഭക്ഷണത്തിൻ്റെ വീക്കിലി ചാർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ധാന്യകമായിട്ടും കൊഴുപ്പായിട്ടും മാംസ്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ എടുത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആ കാര്യമൊക്കെ ഓർത്തിരിക്കണം. ഏത് നമ്മുടെ 3ാം ക്ലാസ്സിലൊക്കെ അതുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് 3ലും 4ലും ഒക്കെ, 4ലില്ല 3ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതും ചോദിക്കുന്നത് കേട്ടോ. ഇനിയും കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്നറിയോ? കൊഴുപ്പിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? വൈറ്റമിനുകൾ. അടക്ക്, ADEK കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ADEK കേട്ടോ. അത് എപ്പോഴും ഓർക്കണം. കൊഴുപ്പ് കഴിച്ചാൽ അടക്കം ചെയ്യുന്ന ഓർത്താൽ മതി കേട്ടോ. കൊഴുപ്പ് കഴിച്ചാൽ ചത്തുപോകുമല്ലോ. സോ അടക്ക് കേട്ടോ, ADEK എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടക്കം ചെയ്യുന്ന ഓർത്താൽ മതി കേട്ടോ. ബാക്കി ഈ ADEK ഒഴിച്ച് ബാക്കി എന്നെ വെച്ചാൽ അത് വെള്ളത്തിൽ ലയിക്കുന്നവ കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. ഓക്കെ. ഇനി 2020 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് എന്തായിട്ടായിരുന്നു? 2020 സസ്യാരോഗ വർഷം. നിങ്ങളൊരു 3 വർഷത്തേലും പുറകോട്ട് നോക്കിയിട്ട് വേണം പോകാൻ, കാരണം അത് ചോദിക്കും. ഇവിടുന്ന് അന്താരാഷ്ട്ര UN പ്രഖ്യാപിക്കുന്ന ഓരോ വർഷങ്ങളാണ്. അതിൻ്റെ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ലേ? ഗ്രൂപ്പിലിട്ടായിരുന്നോ? എല്ലാ വർഷവും ഇട്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ. അതിൻ്റെ അകത്ത് 2020 അല്ലേ? 21 തൊട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം. അപ്പം 21 എന്തായിട്ടായിരുന്നു അറിയാമോ? 21 UN ആഘോഷിച്ചത്. 21 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം കേട്ടോ. അതായത് 2021 ആഘോഷിച്ചത് പഴങ്ങളും പച്ചക്കറികളും. 22 മത്സ്യബന്ധനത്തിൻ്റെയും മത്സ്യകൃഷിയുടെയും വർഷം കേട്ടോ. 23
മില്ലറ്റുകളുടെ വർഷം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്കൂളിലൊക്കെ നമ്മൾ മില്ലറ്റൊക്കെ ചെയ്തതാണ്. കുറേ പേര് വീഡിയോ ഒക്കെ ഇറക്കിയതാണ് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം. ശരിയല്ലേ? മില്ലറ്റുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കി, പുട്ടൊക്കെ ഉണ്ടാക്കി സ്റ്റാറ്റസ് ഇട്ടൊക്കെ ഓർക്കുന്നില്ലേ? മറ്റേ പുട്ട്, ഈ പുട്ട്, ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, തേങ്ങാപ്പുട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടത്. അത് മില്ലറ്റുകളുടെ വർഷം കേട്ടോ, 2023. 24-ലോ ഒട്ടക വർഷം. ഓക്കെ, ഓർത്തിരിക്കണം. 25-ലോ ഈ വർഷമോ ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷം കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കണം. UN പ്രഖ്യാപിക്കുന്ന വർഷങ്ങളാണ്. ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്, ഞാൻ ഒന്നുകൂടി ഇട്ടേക്കാം. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അവന്മാരെ പറ്റിയാണ് UN അന്താരാഷ്ട്ര നമുക്ക് വിടുന്ന കാര്യങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കും കേട്ടോ. നമ്മുടെ നോട്ടീസ് ബോർഡിലൊക്കെ ചുമ്മാ എഴുതിയിട്ടാൽ മതി. കുട്ടികളത് വായിച്ച് എഴുതിയെടുക്കാൻ പറഞ്ഞാൽ അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി അത് വായിച്ചു നോക്കണം കേട്ടോ. 16 തൊട്ടുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കാര്യം ഓർക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഔഷധിക്ക് ഉദാഹരണം ഏതാണ്? ഏതാ ഉദാഹരണം? എന്താ ഔഷധി എന്ന് പറഞ്ഞാൽ? ഔഷധി എന്ന് പറഞ്ഞാൽ എന്താ? ഔഷധി എന്ന് പറഞ്ഞാൽ എന്നാ? പഠിപ്പിച്ചില്ലായിരുന്നു? വാഴ. കറക്റ്റ് ഉത്തരം വാഴയാണ്. എന്താ ഔഷധി എന്ന് പറഞ്ഞാൽ? മൃദുവായ തണ്ടുള്ള, സാധാരണയായി ഒരു സീസണിൽ മാത്രം പൂത്ത് കായ്ച്ച് നശിക്കുന്ന സസ്യത്തിന് പറഞ്ഞ പേരാണ് എന്ത്? ഔഷധി അല്ലെങ്കിൽ ഹെർബ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? മൃദുവായിട്ടുള്ള തണ്ട്. ഇവിടെ നോക്കിയാൽ റോസിന് കട്ടിയുള്ളതാണ് അല്ലേ? ചെമ്പരത്തിക്കും കട്ടിയുള്ളതാണ്, മുല്ലയ്ക്കും കട്ടിയുള്ളതാണ്. ഈ വാഴ എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ള തണ്ടാണ്. അതുപോലെ തന്നെ അത് ഒരു കൊല കുലയ്ക്കുന്ന വരെയല്ലേ നിൽക്കത്തുള്ളൂ. പിന്നെ ഒരു കൊല ഇന്ന് കിട്ടുമോ? ഒരു വാഴ വെച്ചാൽ കിട്ടുമോ? ഇല്ല. അപ്പം ഒരു സീസണിൽ മാത്രം പൂത്ത് കായ്ക്കുന്ന സസ്യത്തിന് പറഞ്ഞ പേരാണ് എന്ത്? നമ്മുടെ ഔഷധി അല്ലെങ്കിൽ ഓഷധി എന്ന് പറയുന്നത്. ഇനിയും കുറ്റിച്ചെടി അല്ലെങ്കിൽ ഷബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിയേറിയ, അതുപോലെ തന്നെ താഴെ നിന്ന് തന്നെ ശാഖിക്കുക എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുക, ദീർഘകാലം ജീവിക്കുക. റോസ് ശരിയല്ലേ? കുറേ നാൾ നിൽക്കും. നമ്മുടെയൊക്കെ പൊക്കത്ത് തന്നെ ചെന്നിട്ട് അത് പൂക്കും. ശരിയല്ലേ? ഇനി ചെമ്പരത്തി ആണെങ്കിലും കുറേ വർഷങ്ങൾ നിൽക്കും. നല്ല വലിയ മരമായിട്ടൊന്നും പോവുകയില്ല. നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്ന പൊക്കത്തിലേക്കായിരിക്കും പോകേണ്ടത്. മുല്ലയും അതുപോലെ തന്നെ. ശരിയല്ലേ? അപ്പം കട്ടിയേറിയ, താഴെ നിന്ന് തന്നെ ശാഖിക്കുന്ന, ദീർഘകാലം ജീവിക്കുന്ന പറയുന്ന പേരാണ് ഷബ്സുകൾ അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ. ഔഷധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൃദുവായ തണ്ടുള്ള, സാധാരണയായി ഒരു സീസണിൽ മാത്രം പൂത്ത് കായ്ക്കുന്ന സസ്യത്തിന് പറഞ്ഞ പേരാണ് ഔഷധി എന്ന് പറയുന്നത്. അപ്പോൾ ഔഷധിക്ക് മറ്റൊരു എക്സാമ്പിളാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യുന്ന നെല്ല്, ഗോതമ്പ്. ഇതെല്ലാം ഔഷധി. കാരണം ഒരു സീസണിൽ മാത്രമേ ഉള്ളൂ അല്ലേ? 5-6 മാസക്കാലത്തേക്ക് മാത്രം, കൂടിപ്പോയി ഒരു വർഷത്തേക്ക് മാത്രം നമ്മൾ കൃഷി ചെയ്യുന്നതാണ് ഔഷധി. കപ്പ, ഇതെല്ലാം ഔഷധിക്ക് എക്സാമ്പിളാണ്. മറ്റേതെല്ലാം എന്താണ്? ദീർഘകാലം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഷബ്സാണ് കേട്ടോ. അപ്പം ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു? തെറ്റിപ്പോയതൊക്കെ കിട്ടിയോ?